അച്ഛൻ്റെ ഗ്രാഹ്യം ഉണ്ടാവുക. നമ്മളിത് ആലോചിക്കണം എപ്പോഴും. എന്തെന്ന് സംഭവ ആകാശപ്പൊയ്കയിൽ അമ്പിളിയാമ്പലും ഭാസ്കര ചന്താരം നഷ്ടതാരോ പൂവിന്നു സൗരഭ്യം തേനിന്നു മാധുര്യം പാലിന്നു ധാവള്യം ചേർത്തതാരോ. ആരാ പാലിന് വെളുപ്പ് കൊടുത്തത്? തേനിന് മധുരാരാ കൊടുത്തത്? പൂവിന് സുഗന്ധാരാ കൊടുത്തത്? ആകാശത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ താഴെ താമര വിരിയുന്ന എങ്ങനെയാ? ചന്ദ്രൻ ഉദിക്കുമ്പോൾ ആമ്പല് വിരിയുന്ന എങ്ങനെയാ? ആരാ ഇത് ചെയ്തത്? ആരാ? ഹരീഷ് കണാരൻ പറയുന്ന പോലെ ആരാ എന്ന് ചോദിക്കേണ്ടി വരും. ആരാ ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. ഈ സീക്രസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇടക്ക് എൻ്റെ ചെവി കേൾക്കുന്നു. നിങ്ങൾ ഏറ്റവും ഭയങ്കര സൗഹൃദം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ എന്നിൽ നിർത്തിയിട്ട് സൗഹൃദം നിർത്താം. നമുക്ക് എന്നിലൊരു സൗഹൃദമില്ലേ? ഈ അംഗങ്ങൾ തമ്മിലൊരു സൗഹൃദമില്ലേ? ഉണ്ട് ഉണ്ട്. ഒരു ചെറിയൊരു പാറ്റ ഇതിലേക്ക് വരുമ്പോൾ, കണ്ണിലേക്ക് വരുമ്പോൾ കണ്ണെന്താ ചെയ്യാം? അടഞ്ഞു. മേലത്തേത് പറയുന്നു ഞാൻ അടിയാ നീ അടക്ക് എന്ന് പറയാ. ഇല്ല, രണ്ടും ഒന്നിച്ചാ. ശ്രദ്ധിച്ചോ? വായ നോക്കിയാ പല്ല അച്ഛനാണ്, അമ്മ നാക്കാണ്. ശ്രദ്ധിച്ചോ? അതിൻ്റെ ഉള്ളിൽ മക്കളാണ്. മക്കൾ രണ്ടെണ്ണം ഉണ്ടാവും, ചെറിയ അണ്ണയും അക്കയും. അതിനാണ് അതിന് എന്ത് പറയുന്നത്? അണ്ണാക്ക്. ഭക്ഷണമെല്ലാം ഉണ്ടാക്കുമ്പോൾ രാവിലെ ചീനച്ചട്ടിക്ക് രണ്ടടി കൊടുക്കും. നിൻ്റെ എല്ലാം അണ്ണാക്ക് തക്കാനാണ് ഇതുണ്ടാക്കും. ആ മക്കൾ പറയും ചീത്ത പറയും. ചീത്ത പറഞ്ഞല്ല, നിനക്ക് തിന്നാനാ ഇതുണ്ടാക്കിയെന്നാ. എന്ത് സംസ്കാരമാണ്! പണ്ടത്തെ ആ വാക്കിന് പോലും ഒന്ന് ശ്രദ്ധിക്കണം. ഈ അണ്ണാക്കിലേക്കാണ് ഇത് ഇറക്കുന്നത്. ആ മക്കൾക്ക് ഒരു പ്രശ്നമില്ല. പ്രശ്നമുണ്ടാ? മക്കളുള്ളിൽ ഇങ്ങനെ സുരക്ഷിതരാ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളൊക്കെ സുരക്ഷിതരാ. എന്താ കാരണം എന്നറിയോ? അച്ഛനും അമ്മയുടെ സൗഹൃദത്തിൽ നിൽക്കുന്നതുകൊണ്ടാ. ഈ സൗഹൃദത്തിനെ പറ്റി ഇടയ്ക്ക് ആലോചിക്കണം. അച്ഛനാണ് പല്ല്, അമ്മയാണ് നാക്ക്. എന്താ ഇവരെ സൗഹൃദം നിർദ്ദിച്ചിട്ടുണ്ടോ? അച്ഛൻ ഇങ്ങനെ പൊളക്കും, അന്നേരം അമ്മ വെല്ലെത്തി നോക്കും. സ്വാഭാവികമല്ലേ? ഭർത്താവ് അങ്ങ് പോകുമ്പോഴാണ് ഇവർ പുറത്തിറക്കും. ആ എന്താ ഇതെല്ലാം ചോദിച്ചു. അയാളിങ്ങനെ തിരിച്ചു വരും കണ്ണട വന്നിട്ട്. അല്ല ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. ഈ സാധനം ഇപ്പോൾ പോയി. ഈ സാധനം ഇപ്പോൾ പോയില്ലേ? അയാളായിട്ട് തിരിച്ചു വരുമ്പോൾ ഏരിയ പോകുന്നു തിരിച്ചിട്ട്. അല്ല ഒന്നുമില്ല, ഞാൻ പോയി നിന്നു. പേടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കയറില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വന്നു. ശ്രദ്ധിക്കണം. നമ്മളെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരാളെ കാണാൻ വേണ്ടി ഞാൻ പോയി നോക്കുമ്പോൾ ആ ഉമ്മറത്തിൻ്റെ ഒരു പെൺകുട്ടിയിൽ 18 വയസ്സേ ഉള്ളൂ. അത് പോയി നോക്കുമ്പോൾ അതിങ്ങനെ രാവിലെ 8:30 ഞായറാഴ്ച നടക്കാൻ പോയാലും കയറിയതാ. ഇതിങ്ങനെ ഫോൺ നോക്കുകയും ഞാൻ നോക്കുമ്പോൾ അതിന് ഒരു കാലേ ഉള്ളൂ. ഞാൻ എനിക്ക് ഒരു കാലം അല്ലല്ല രണ്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ടുള്ള സർപ്പം പോലെ വളച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങളെ കുട്ടികളെ ശ്രദ്ധിക്കണേ, എല്ലാം അങ്ങനെ ഇരിക്കുന്നു. ഞാൻ എനിക്കൊരു അല്ലല്ല രണ്ട്. അച്ഛനെവിടെയാ പോയി? അമ്മ ആരോടാ ചോദിക്കുന്നത്? അച്ഛൻ. ഞാൻ പറഞ്ഞു മോളെ ഒന്നുമില്ല, ഞാൻ വന്നേ ഉള്ളൂ, നീ വന്നാൽ പറഞ്ഞാൽ മതി. പറയാമെന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു വെച്ചിട്ട് ആര് വന്നിനെന്ന് പറയും. ഒരു മൊട്ട തലയിൽ ഒരാൾ വന്നു. ഓ ആയിക്കോട്ടെ. ഒരു സൗഹൃദം ഇല്ലല്ലോ. അതുകൊണ്ടാ എടാ പോടാന്ന് വിളിക്കുന്നു. തിരുച്ചമ്പരത്ത് കല്യാണം കഴിഞ്ഞ പാട് നോക്കുമ്പോൾ ഓളാ പിടിക്കുന്നു ഈ ചെക്കന. വാടാ നോക്കി ഓൻ പയ്യന്നെ പോകുന്നു. വിളക്കിങ്ങനെ മുന്നോട്ടാക്കി. അപ്പോൾ ഞാൻ ആ കാരണവരോട് പറഞ്ഞ് അവനാണ് കൈ പിടിക്കേണ്ടത്. ആരെ? അവളാ. അന്നേരം പറഞ്ഞു ഓൻ പിടിച്ചതിൻ്റെ കാരണം ഓളെ കൈമിൽ നല്ല വളയുണ്ട്, അതാണ് ഓൻ കയറി പിടിക്കുന്നതിന് പകരം ഓൻ്റെ ബ്രേസ്ലെറ്റ് പിടിച്ച് 10 പവനായിട്ടുണ്ട്. എന്നാൽ അത് അടക്കെട്ടി പോയായില്ലേ? അതെ അങ്ങോട്ട് പിടിക്കുന്നത്. അങ്ങോട്ട് പിടിക്കുക. ഈ ധൃതിയായി തിരക്കല്ലേ, ന്യൂജനല്ലേ, മറ്റേതെല്ലാം പഴഞ്ചനാണ്. അപ്പം ഇതിനൊരു ഒരു സൗഹൃദമുണ്ട്. കല്യാണ വേദിക്കൊരു സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിൽ താലി കെട്ടുണ്ട്, മെല്ലപ്പോക്കുണ്ട്, ഈ പറയുന്ന വിളക്കിന് അഗ്നി സാക്ഷിയാക്കി തിരികെ. ഇതെല്ലാം ഒരു സൗഹൃദമല്ലേ പോയില്ലേ? ഈ അച്ഛൻ ഇങ്ങനെ വിളക്കുമ്പോൾ അമ്മ പുറത്തേക്ക്, ശരിയല്ലേ? ആ അന്നേരം അച്ഛൻ തേച്ചം വന്നിട്ട് അങ്ങ് അടയുമ്പോൾ അമ്മ അങ്ങ് വരും. ഇതുവരെ അമ്മേനെ കടിക്കാൻ കിട്ടിയിട്ടില്ല പല്ലിന്. വെല്ലുവിളി അവർ ഉൾവലിയുന്ന ഒരു ബോധമുണ്ടാവുമ്പോൾ സൗഹൃദം കൂടും. എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ എവിടെയില്ല. ആണുങ്ങളോട് ചോദിച്ചോക്കെ എവിടെയാ പോകുന്നത്? എനിക്കെന്നാ അറിഞ്ഞിട്ട് വേണ്ട അല്ല ചോദിച്ചു എന്നേ ഉള്ളൂ. പെണ്ണുങ്ങളോട് ചോദിച്ചാൽ എവിടെയാ പോകുന്നത്? എവിടെയില്ല. ഇപ്പോൾ ഇത്ര വരെ കണ്ണൂരെത്തും പോയിട്ട് പറയില്ല, തുറന്നു പറയില്ല. ഇതൊക്കെ ഈ പ്രകൃതിയിലെ 2 നിയമങ്ങളാണ്. ശ്രദ്ധിക്കണം. ശിവശക്തി ഈ 2 യോജിക്കണം. അപ്പം നോക്കിയേ, ഈ അച്ഛൻ തുറക്കുമ്പോൾ അമ്മ പുറത്ത്, അച്ഛൻ അടയുമ്പോൾ അമ്മ ഉൾവലിഞ്ഞു.
ഈ കോംപ്രമൈസ് എത്ര കാലം ഈ സൗഹൃദം? അപ്പം ഇത് പറയും അല്ല കടിക്കല്ലേ, ഉള്ളോട്ട് പോയി. പിന്നെ ആദ്യം അതാ ഈ അച്ഛനും അമ്മയും തമ്മിൽ അടിയായി വന്ന് ഈ അച്ഛൻ സൗഹൃദം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പുറത്തേക്ക് എങ്ങനെ എത്തി നോക്കുമ്പോണ്ടല്ലോ ഞാനൊന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ 4 കഷ്ണമായി പോകും. ഉടനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു, ഞാനൊരു വടക്ക് വർത്താനം പറഞ്ഞിട്ടുണ്ട്, നീ ഒറ്റ വായിലുണ്ടാവില്ല. അത് വേറെ കാര്യം. ഏതാ സൗഹൃദം വേണ്ടേ? സൗഹൃദം 2 കോംപ്രമൈസ് ഉണ്ടാവണം. ഈ കോംപ്രമൈസ് ഉണ്ടാവുമ്പോഴാണ് പല്ല് വരെ നിലനിൽക്കുക, നാക്ക് വരെ നിലനിൽക്കുക. നമ്മളിൽ സൗഹൃദം വേണ്ടേ? എൻ്റെ കണ്ണിലൊരു പൊടി വീണു, സൗഹൃദം നോയിക്കോ. കണ്ണിലൊരു പൊടി വീഴുമ്പോഴേക്ക് മെസ്സേജ് പോയി. ഫോണൊന്നൊന്നുമല്ല, ഇവിടുന്ന് മെസ്സേജ് പോയി. ഇവിടുന്ന് നേരത്തേക്കാണ് മെസ്സേജ് പോയത്? കാലിൻ്റെ ചൂണ്ടിനാ അല്ല, അത്ര വരെയൊന്നും പോണ്ട, മെല്ലെ ഇവിടത്തേക്കാണ് പോയി. കൈക്ക് കൊടുത്തു മെസ്സേജ്, ദാ സൂക്ഷിച്ചേ, നിൻ്റെ സുഹൃത്തിനുണ്ട് എന്തോ പറ്റിയിട്ട്. അപ്പാട് ഇത് 6 വരിപ്പാതെ എൻ്റെ JCB വർക്ക് ചെയ്യുന്ന പോലെ ഇതിങ്ങ് പൊന്തി കറക്റ്റ് ഇങ്ങോട്ട് വന്നു. ഈ കൈക്ക് കൊടുത്തിന മെസ്സേജ് ഇല്ല. ആരെങ്കിലും കണ്ണുപൊടി വീണ അടുത്ത കൈ ഇങ്ങനെ ആക്കിയിട്ടുണ്ടോ? ഇടമേന്മാരാക്കിയിട്ടുണ്ട്. അത് വളരെ റേറാ. വലത്തേ കൈക്കാ മെസ്സേജ്. ഇത് എങ്ങനെ ഈ സൗഹൃദം എന്നാണ് ഇരിക്കുന്നത്? സൗഹൃദം ഓട്ടോമാറ്റിക്കായി വരേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രക്രിയ. ഇതിങ്ങനെ ഇതിലേക്ക് വന്നു. ഇവൻ മെല്ലെ വന്നിട്ട് എടുത്തേക്കാ വന്ന് മുണ്ടിൻ്റെ അടുത്തേക്കാ വന്ന് മുണ്ടിൻ്റെ കോന്തല പിടിച്ചിട്ട് തിരിച്ച് സൂചി പോലെയാക്കി. എന്നിട്ട് അതെടുത്തിട്ട് മെല്ലെ കണ്ണാടീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കണ്ണാടീൻ്റെ അടുത്തേക്ക് പോകുമ്പം മെസ്സേജ് പോയി, എടോ ഇനി നീ വാ. ആര്? ഇടത്തെ JCB വന്ന്. അത് എവിടെയാണ് പിടിക്കുന്നത്? കറക്റ്റ് ഈടിയാണ് പിടിക്കുന്നത്. ഈടിയല്ല, ഈലല്ലല്ലോ വീണത്, ഈലാ വീണത്. ഇതിങ്ങനെ താത്ത്. അപ്പോൾ പറയും, ഈ കണ്ണിനോട് പറയും, കണ്ണ് കയ്യോട് പറയും, നോക്കണേ കട കുത്തല്ലേ, നീ നോക്കി വരണേന്ന് പറയും. മെല്ലെ അങ്ങെടുത്ത് സൗഹൃദത്തിൻ്റെ റിസൾട്ട് പൊടി കിട്ടി. അത് ഓള കണ്ണിലാ വീണെങ്കിലോ എൻ്റെ ഒടുക്കത്തെ പൊടിയാണ്. എപ്പോൾ ഇമ്മ നോക്കിയിട്ട് അത് കൊറോണ സമയത്താണ് ഊതുകയും ചെയ്യുക. അത് പിന്നെ നിങ്ങളെ എടുക്കണ്ടപ്പ എനിക്ക് ഒറ്റ തുടക്കൽ. പിന്നെ നോക്കുമ്പോൾ ഒരു കണ്ണ് ചുവന്ന്. തൻ്റെ കണ്ണിൽ പൊടി വീണാൽ അത് അടുത്തവൻ്റെ കണ്ണിൽ വീണ പൊടി പോലെ എനിക്കെടുക്കാൻ പറ്റിയാലും തിരിച്ച് എൻ്റെ കണ്ണിൽ വീണതുപോലെ അതെടുക്കാൻ സാധിച്ചാലും സൗഹൃദം വിജയിച്ചു. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഉള്ളൂർ പറഞ്ഞതാ. നിന്റെ അടുത്ത് നിൽക്കുന്നവനെ നിനക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഈശ്വരൻ എന്നാ ചോദിച്ചത്. സൗഹൃദം പരസ്പരം ഉണ്ടാവാനാ ഉള്ളൂർ എഴുതിയത്. അവിടെ ജാതിയില്ല, മതമില്ല, പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, കുചേലനെന്നില്ല, കുബേരനെന്നില്ല. ഈ സൗഹൃദമാണ് ഈ അമ്മയുടെ മുമ്പിൽ ഉണ്ടാവുക. സൗഹൃദം എന്നിൽ വരണം. രാവിലെ എണീക്കണം. രാവിലെ എണീറ്റാലുള്ള ഗുണം, സൂര്യോദയത്തിന് മുമ്പേ അൾട്രാവയലറ്റ് രശ്മികൾ ബ്രെയിനിലേക്ക് ഉണർന്നിരുന്നാൽ കിട്ടുന്ന ഊർജം. ഉറങ്ങിയാൽ രോഗം. 5 മണിക്ക് ശേഷം. 5 മണിക്ക് നമ്മളെ വീട്ടിലെ കോഴി 5 മണിക്ക് കൂവും. എന്തിനാണെന്നറിയോ? നമ്മളെ ഉണരാൻ മടിച്ചിട്ട് ഇപ്പം അതിന് ചിക്കൻ 65, 75 ആക്കിയിട്ട് കോഴിനെല്ലാം വിറ്റ്. ഇപ്പം കോഴിയില്ല വീട്ടിൽ. എന്താ കാരണം? ഉണരണ്ടേ. തൊടിയിലെ പശു കരഞ്ഞിന് വേണ്ട, പശുവിനെയും വിറ്റ്. കാട്ടിലെ കിളികൾ കരി അതിനെ കയറിയിട്ട് അടിക്കാൻ കഴിയാത്തതുകൊണ്ട് തിരിഞ്ഞടക്കും കൊഞ്ഞനം കുത്തിയിട്ട്. എന്തൊരു സൗഹൃദം! ടൈം പീസിനോട് സൗഹൃദമില്ലേ? ഉണ്ട്. രാത്രി 10 മണിക്ക് അലാറം വെക്കും. എത്ര മണിക്ക്? 5 മണിക്ക് എണീക്കും. 5 മണിക്ക് ഒറ്റടിക്കും. തിരിഞ്ഞടന്നിട്ട് ഒന്നും അടിക്കും. എന്നിട്ട് മറിഞ്ഞ് കിടക്കും. കുറച്ച് കഴിയുമ്പോൾ ആദ്യം അടിക്കുന്നത് എന്തൊരു ശല്യാന്ന് എടുത്തങ്ങോട്ട്. ആരാ അലാറം വെച്ചേ? ഞാൻ തന്നെ. സൗഹൃദം ഉണ്ടായി. ആരാ അടിച്ചേ? ഞാൻ തന്നെ. ആരാ തിരിഞ്ഞിടുന്നത്? ഞാൻ തന്നെ. സൗഹൃദം പൊളിഞ്ഞു പാടാം. ടൈമുമായിട്ട് സൗഹൃദം പോയി. ടൈം എങ്ങനെയാണെന്നറിയാം? അലാറൊന്നും വെക്കണ്ട. രാത്രി ഉറങ്ങുമ്പം നോർത്താൽ മതി 5 മണിക്ക് ഉണരണേ എന്ന്. അവിടെ കറക്റ്റ് കിട്ടും, ഫീഡ് ചെയ്ത് കിട്ടും. രാത്രിയിലെ ഉറക്കത്തിൻ്റെ തുടക്കത്തിൽ ഇത് കറക്റ്റ് വരും. രാവിലെ ഉണരണം. പലയിടത്തും ഞാൻ പറഞ്ഞതാണ്. വടകരയിൽ ഒരു സ്ഥലത്ത് പോയി ചോദിച്ചതാണ് ഞാൻ, ഈടെ ഏതാ ദേവൻ ശിവനാന്ന് പറഞ്ഞു. ശംഖ് വിളിയുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞ്. രാവിലെ 5 മണിക്കാന്നും പറഞ്ഞു. ഞാൻ ഉടനെ ചോദിച്ചു, 5 മണിക്ക് ഈ ഗ്രാമത്തിൽ ശംഖ് വിളി കേൾക്കുന്ന ആൾ കൈവക്കുന്നു. മരിച്ച വീട് പോലെ ആരുമില്ല. ഒരു പെണ്ണുങ്ങൾ വേറൊരു പെണ്ണുങ്ങൾ നീ കാക്കലില്ല പറഞ്ഞു. എന്തിനാ എന്നെ പറയുന്നത്? മറ്റ് അടിയാവുമ്പോൾ ഇടത്തേ ഭാഗത്ത് പ്രായമുള്ള ഒരാൾ പറഞ്ഞു, സാർ ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഉടനെ എണീറ്റ് നിന്നിട്ട് തോന്നുന്നു, കാരണം ഒരു 80 വയസ്സുണ്ടാവും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? അയാൾ പറഞ്ഞു, ഞാൻ ഗോവിന്ദമാരാ, ഞാൻ തന്നെ ഉദലൻ.
അപ്പൊ ആ ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് വന്നിട്ട് ശംഖ് വിളിക്കുന്ന ഗോവിന്ദമാരാർ ഒഴികെ ആ ഗ്രാമത്തിൽ ആരും ഉണരാറില്ല എന്ന് പറയുമ്പോൾ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത, നിങ്ങൾ ഉണരു മക്കളെ, കർമ്മം ചെയ്യ് രാവിലെ എന്ന് പറയുന്ന സങ്കല്പം പൊളിഞ്ഞു. 5 മണിക്ക് എല്ലാ ജീവികളും ഉണരും. 5 മണിക്ക് ശേഷം ഉറങ്ങുന്ന ഒറ്റ ജീവിയെ ഇപ്പുള്ളൂ. ആരാ? അതാണ് മനുഷ്യൻ ആരോഗ്യം കുറഞ്ഞു പോയത്. ജീവിതശൈലി രോഗം വരാൻ കാരണം വൈകി എണീക്കുന്നതാണ്. ഷുഗർ ഉണ്ടാകുന്നു പേടിക്കണ്ട. ഡയബറ്റിക്കായി എന്തിനു പേടിക്കുന്നത്? ഡയബറ്റിക്കായി എന്ത് ചെയ്യണം? ഷുഗർ കൂടാതെ നോക്കണം. അതിനെന്താ പണി? വ്യായാമം ചെയ്യണം, അല്പാഹാരം, ഭക്ഷണം ക്രമീകരിക്കാം. തീർന്നു. ഇപ്പം കഴിഞ്ഞ അന്നദാനത്തിന് പോയിട്ട് ഞായറാഴ്ച ഒരാൾ 4 ഗ്ലാസ് പായസം, ആ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന പോലെ 2 വെള്ളയും 2 കറുപ്പും പായസം ഒക്കെ തരും. ഇപ്പോൾ 4 എണ്ണം കുടിച്ചിട്ട് പശുവിന് കൊടുക്കുന്ന പോലെ ഒരു ഗുളിക. അത് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇതെന്നാ? അത് ഷുഗറിൻ്റെ ഗുളിക, അതിൻ്റെ മേലെ കഴിച്ചങ്ങ് തീരുന്നോ? ഞാൻ തീരും, അടുത്ത് തീരും, ഇവിടെ തീരും. വലിയ പായസം കഴിച്ചാൽ അതിൻ്റെ മേലെ ഗുളിക കഴിച്ചാൽ പിന്നെ തീരൂലേ? അതിനിപ്പോൾ എന്താ വഴി? പണ്ട് കാലത്ത് സൗഹൃദം ഉണ്ടായിരുന്നു. ഷുഗർ മാറ്റാനുള്ള സൗഹൃദം ക്ഷേത്രങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ദേവീക്ഷേത്രങ്ങളിൽ മഞ്ഞൾ കൊടുക്കുമായിരുന്നു, മഞ്ഞപ്പൊടി. വിഷ്ണു ക്ഷേത്രത്തിൽ നെല്ലിക്ക കൊടുക്കുമായിരുന്നു. ശിവക്ഷേത്രത്തിൽ കൂവളത്തിൻ്റെ ഇല കൊടുക്കുമായിരുന്നു. ഈ ഗൃഹനാഥൻ ഇത് 3ഉം കൊണ്ടുവന്നിട്ട് ജ്യൂസ് അടിച്ചങ്ങ് കഴിക്കും വെറും വയറ്റിൽ. ഷുഗർ ഉണ്ടാവില്ല. നോക്കിക്കോ, ശ്രദ്ധിച്ചോ, അപ്പോൾ മനസ്സിലാവും. ഈ 3 എണ്ണവും നമ്മൾ രാവിലെ വെറും വയറ്റിലൊരു ജ്യൂസാക്കി കഴിച്ചാൽ ഡയബറ്റിക് എന്ന അവസ്ഥയിലേക്ക് പോവാതെ അത് നിയന്ത്രിക്കപ്പെടും. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മളുടെ ശൈലിയിൽ നിന്നാണ് സൗഹൃദം ഉണ്ടാവുകയും അകലുകയും ചെയ്യാം. പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ ആൾ വരുന്നത് സൗഹൃദം പങ്കിടാനാണ്. അവർ കണ്ടു, സംസാരിച്ചു, അരയാത്തറയിലിരുന്നു. അരയാത്തറയിലെല്ലാം പണ്ട് ഒരു 5-8 CCTV ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രായമുള്ള ആ ഭാഗത്ത് ആര് പോയാലും അവർ ഒപ്പിയെടുക്കും. അങ്ങനെയാണ്. അരയാത്തറയിൻ്റെ ഭാഗത്തോട്ട് ഒരാൾക്ക് പോയാൽ അയാളെ പിടിക്കും. ഇന്നിപ്പോൾ CCTV വെക്കണം. കാരണം ഈ CCTV ഇല്ല, ഇപ്പോൾ വീട്ടിലും ഇല്ല. പണ്ടെല്ലാം 2 എണ്ണം ഉമർത്തിരുത്തിയാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ആരെല്ലാം നാട്ടിൽ മൊത്തം നടന്നു എന്ന് പറയും. നമ്മൾ ആ CCTV പോയി. കാരണം എന്താ? അവരെല്ലാം അഴീക്കോട് വൃദ്ധസാധനത്തിലല്ലേ ഒന്നിച്ച CCTV. അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം ഫ്യൂസായിപ്പോയി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും CCTV വർക്കാവില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു പ്രായമുള്ള ആൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു അസുഖമില്ല അല്ലേ? അപ്പം എനിക്ക് തോന്നി അസുഖമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. ഞാൻ പറഞ്ഞിട്ട് എന്നാൽ തലക്ക് സമൂമില്ല എന്ന് പറഞ്ഞു. നമ്മളല്ലേ എത്ര ഭാഗ്യവാന്മാർ. അതൊക്കെ ആരെയാ കാണിക്കുന്നത്? നമ്മളിങ്ങനെ ഏകനാഥൻ മരിച്ചില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിന് അയാളെടുത്ത് കണ്ടുപോയിന്. അപ്പം എന്നേക്കാളും ഭ്രാന്തരായാൽ ഇത് ഭ്രാന്താണെന്നേ. ഏത്? ജീവിതം ഒരു ഭ്രാന്തല്ല. സൗഹൃദം ഉണ്ടാക്കാൻ പുറപ്പെട്ടാൽ ഭ്രാന്ത. ഫുട്ബോൾ ഭ്രാന്തുണ്ട്, സിനിമ ഭ്രാന്തുണ്ട്, വായന ഭ്രാന്താണ്. ഭ്രാന്തമാവുക എന്ന് പറഞ്ഞാൽ ഭ്രാന്തല്ല, അതിനോട് ഭക്തിമൂത്ത് അഭിനിവേശം ഉണ്ടാവുക. അപ്പം സൗഹൃദം ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ സൗഹൃദം ഉണ്ടാവും. ഇപ്പം നമുക്ക് എന്താ കാര്യം? അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്തെന്ന് പരിചയപ്പെട്ടവൻ കടം ചോദിക്കൊണ്ട് പോലെ വർത്താനേ പറയണ്ട. നമ്മൾ സൗഹൃദം എത്തി. സൗഹൃദം അതാണ്. അപ്പോൾ അതിലെവിടെയാണ് നമ്മൾ എത്തിക്കേണ്ടതെന്നറിയോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സംഭവമാണ്. എന്താ കാരണം? നിരത്തോട് 8:45 എങ്ങനെയാണ് സൗഹൃദം വന്നതെന്നറിയോ? ആരും വാച്ച് നോക്കിയില്ല. ഞാൻ നോക്കുന്നുണ്ട് ആരെങ്കിലും കോട്ടുവായി ഇരുന്നുണ്ടോ, അന്നേരം നിർത്താനാണ്. നിങ്ങളാന്നും കോട്ടുവായി ഇരുന്നില്ല, ഉറങ്ങുന്നുമില്ല. നമ്മൾ അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് നോക്കുക. കഴിഞ്ഞ ഒരു പരിപാടിക്ക് പോയിട്ട് ഒരാൾ ഉറങ്ങുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അധ്യക്ഷൻ ഉറങ്ങി. പക്ഷെ നാളുകൾ ഇങ്ങനെ ഉറങ്ങുന്നില്ല. ഒരാൾ എന്നോട് ഇങ്ങനെയല്ല ആക്കുന്നില്ല, നോക്കാനായിരിക്കും. പക്ഷെ അയാൾ ഉറങ്ങിപ്പോയി. അപ്പം നിർത്തി. ആരെങ്കിലും ഒരാൾ ഉറങ്ങുമ്പോൾ അന്നേരം നിർത്താമല്ലോ. പക്ഷെ ആരും ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു 1.5 മണിക്കൂർ നമ്മൾ ഇരുന്ന സൗഹൃദമില്ലേ? നിങ്ങളൊരു അന്യനായി കാണണ്ട, നിങ്ങളിൽ ഒരാളായും എൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ള അനുഭവങ്ങളെയും ഞാൻ ഷെയർ ചെയ്യും. പ്രഭാഷണത്തിൽ ഒരു ശ്ലോകവും നിർത്തിച്ചെൻ്റെ വസ്തുവല്ലേ. എന്ത് ശ്ലോകം ചെല്ലണ്ടെന്ന്? ശ്ലോകം ചെല്ലുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. എന്താ കാരണം? അതിൻ്റെ അർത്ഥം പറയണം, പിന്നെ അത് അറിഞ്ഞാൽ ചൊറിയാന്ന്. അതിനേക്കാളും നല്ലത് ഷെയർ. അതെല്ലാം സെക്കൻഡ് സ്റ്റേജിൽ പഠിക്കാം. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ജീവിതം സൗഹൃദമായി ജീവിക്കണം. ആരുമായിട്ട്? പ്രകൃതിയായിട്ട് സൗഹൃദത്തിൽ പോയാലുള്ള ഗുണമുണ്ട്. പ്രകൃതിയിലെ 3 ചെടികളെ നോക്കിയാൽ 3 ചെടി
ശ്രദ്ധിക്കണം. ഒന്ന് തൊട്ടാവാടി, അതിൻ്റെ പേര് ടച്ച് മീ നോട്ട്. നീ എന്നെ തൊടരുത്. തൊട്ടാലോ കൊന്നുകളിന അല്ല, ഞാനങ്ങ് ചുരുങ്ങും. നമ്മൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ വളഞ്ഞങ്കാല കൊടിയെടുത്ത് വിറ്റ് കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കുത്തുവൈന. അതെന്നാ ചെയ്തിന്? ഒന്നും ചെയ്തിട്ടില്ല. അത് ചുരുങ്ങുന്ന കാണാനൊരു സന്തോഷമാണ്. നമ്മൾ അങ്ങെത്തുമ്പോൾ അത് പഴയ പോലെയാവും. എന്നിട്ടത് പറയും, നീ എന്നെ തൊട്ടപ്പോൾ ഞാനൊന്ന് ചുരുങ്ങി, പക്ഷെ നീ അങ്ങ് കടന്നുപോയി, ഞാൻ പഴയ പോലെ. ഇങ്ങനെ സൗഹൃദം ഉണ്ടാവാം. എന്ത് കയറിയാലും നമുക്കങ്ങനെ. അതാ കൂർമ്മ. ആമ ഒരാളെ ആക്രമിച്ചിട്ട് കണ്ടിട്ടില്ല. എന്താ കാരണം എന്താ അറിയോ? ആരെങ്കിലും തൊടാൻ പോയാൽ ഉൾവലിഞ്ഞ ഒന്നിനുമില്ല, പിന്നെ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതങ്ങനെയാണല്ലോ. ഉൾവലിഞ്ഞു നിന്നപ്പോഴാണ് ഈ പ്രകൃതിയിൽ ഏറ്റവും ആയുസ്സുള്ള ജീവി ആമയാണ്. 450 വർഷമാണൊരു ആമയുടെ ആയുസ്. 450 വർഷം. എന്തുകൊണ്ടാണെന്നറിയോ? അത് ഉൾവലിയാനറിയാം. സംഘർഷത്തിനതില്ല, സംഘടനത്തിനുമില്ല. അത് സൗഹൃദത്തിനേ ഉള്ളൂ. നമ്മൾ അതിനെ അവിടെ വിട്ടുപോയാൽ മെല്ലെ അത് ആദ്യം നോക്കും, ഏകദേശം നോക്കിയിട്ട് നടക്കും. അന്നേരം അതൊരു കുട്ടി കല്ലെടുത്തറിയുക ആദ്യം കഴിഞ്ഞ്. ഇങ്ങനെ അത് എത്തുന്നത് എവിടത്തേക്കാ? കൂർമ്മത്തിൻ്റെ പ്രത്യേകത. അതാണ് കൂർമാവതാരം. നീ നിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സംഘർഷത്തിൽ ഏർപ്പെടാതെ നീ സ്വയം നിന്ന് തിരിയണം. സംഘർഷത്തിൽ ഏർപ്പെടണം. എപ്പോൾ? സമാധാനത്തിൽ നിൽക്കുമ്പം വന്ന് കയറാൻ നോക്കിയാൽ സംഘർഷം. അതാണ് ശിവാജി മഹാരാജ്. അദ്ദേഹത്തെ പോലെ ക്ഷമയുള്ള ഒരു രാജാവ് ഭാരതത്തിലുണ്ടായില്ല. പക്ഷേ തൊട്ടാൽ അയാൾ കുറ്റിനാശം വരുത്തിക്കളി. എന്തൊരു പേഴ്സണാലിറ്റി അത്. അതുകൊണ്ട് ഇന്നും ജനം ഹൃദയത്തിലേറ്റുന്നത് ശിവാജിയെ. കാരണം ശിവജിയുടെ ചരിത്രം അതാ. അദ്ദേഹം ഒന്നിനും പോയിട്ടില്ല, പക്ഷെ ചെന്നാൽ പെട്ടുപോകും. ഇതാണ് ഈ സൗഹൃദത്തിൻ്റെ പ്രത്യേകത. തൊട്ടാവാടി പോലെ ആവാം സൗഹൃദം. രണ്ടാമത്തേത് ഏതാണെന്നറിയോ? ഫൊർഗെറ്റ് മീ നോട്ട്. എന്നെ നീ മറക്കൂല. അതിൻ്റെ പേരാണ് കൊടുത്ത. കൊടുത്തൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഉൾവലിയൊന്നുമില്ല. തൊട്ടോന് ചൊറിയും. അതൊരു സൗഹൃദമാണ്. നല്ല സൗഹൃദത്തിൽ നിൽക്കണം. തൊട്ടാ വിടരുത്. കൊടുത്ത. മൂന്നാമത്തേതായി മാറണ്ട. ഒരു സൗഹൃദത്തിൻ്റെ വലിയ സംഭവമാണ് നായ്ക്കുർണ. അത് പൊട്ടിപ്പാറിയിട്ട് നാട്ടുകാർക്ക് വെച്ച് ചൊറിയും. ആരും തൊടുവും വേണ്ട, നോക്കുകയും വേണ്ട. അത്രത്തോളം വളരണ്ട. നമ്മുടെ പുതുതലമുറയെ വളർത്തേണ്ടത് തൊട്ടാവാടിയിൽ നിന്ന് കൊടുത്ത വരെയുള്ള സൗഹൃദത്തിലാണ്. അതിനപ്പുറത്തേക്ക് പോകരുത്. ഇതെല്ലാം പ്രകൃതിയിലുണ്ട്. രാവിലെ ഉണരാൻ പറയുന്ന പ്രകൃതി ഒരു സൗഹൃദം കൂടി പറഞ്ഞു നിർത്താം. എങ്ങനെയെന്നറിയോ? ഈ കഴുത്തിന് മേലെയുള്ള മുഖത്തിനോടും തൻ്റെ ശരീരത്തിനോടും സൗഹൃദം കാണിക്കണം നമ്മൾ. എങ്കിലേ അപ്പുറത്തേക്ക് ഇത് പോകും. എൻ്റെ ശരീരത്തിൽ കഴുത്തിന് മേലെയുള്ളതിനോടല്ല രാവിലെ സൗഹൃദം കാണിക്കേണ്ടത്. രാവിലെ ഉണർന്ന് വാഷ് ബേസിൻ്റെ അടുത്ത് പോയിട്ട് കഴുകണം ആദ്യം. ഏത്? കണ്ണ് തണുപ്പിക്കണം. കാരണം കണ്ണാണ് കാഴ്ച തരുന്നത്. കൃഷ്ണമണി 2 ജനിക്കുമ്പോൾ ഉള്ള അതേ രൂപമാണ് മരിക്കുമ്പോൾ. ജീവിതകാലത്ത് വളരാത്ത ഒരേ ഒരു അവയവം കൃഷ്ണമണി. കണ്ണെന്തിനു തന്നു ഭഗവാൻ? നാരായണ രൂപം കാണാൻ പറഞ്ഞു. എല്ലാവരിലും എന്നെപ്പോലെയുള്ള സൗഹൃദം കാണാൻ പറ്റിയ ഗംഭീരൻ. നല്ലത് കാണണം. കണ്ണും കടലും ഒരുപോലെയാണ്. സൗഹൃദം ഉണ്ടാവണേ. കടലിൽ കച്ചറയെല്ലാം കരയിലേക്ക് അടുക്കും. രാവിലെ കണ്ണിലെ കച്ചറയെല്ലാം ഇടത്തേക്ക് അടുക്കും. ഇത് വൃത്തിയാക്കണം. ഇത് ഭാര്യേൻ്റെ ഷാള കൊണ്ട് വൃത്തിയാക്കല്ല. എന്നിട്ട് അടിക്കേടിയും പോകണ്ട. വെള്ളം കൊണ്ട് തന്നെ വൃത്തിയാക്കുക. കണ്ണ് സൗഹൃദമാണ്. അതിൻ്റെ 1 ഇഞ്ച് താഴെയാണ് മൂക്ക്. സൗഹൃദം ഉണ്ടാവണം. മൂക്ക് ഒന്നേ ഉള്ളൂ, 2 ദ്വാരാണ്, ശ്വാസം 2ആണ്. ഈ മൂക്ക് വൃത്തിയാക്കണം. മൂക്ക് വൃത്തിയാക്കുമ്പോൾ അടുത്ത വീട്ടിലെ ആൾ ഉണരുക. ആ ചൊറക്കൊന്നും നിൽക്കല്ല. കണ്ണ് വൃത്തിയാക്കുമ്പോൾ ശാന്തമായിരിക്കും, മൂക്ക് വൃത്തിയാക്കുമ്പോൾ ഘോരമായിരിക്കും ചിലപ്പോൾ. എൻ്റെ അപ്പുറത്തുള്ള ഒരാൾ രാവിലെ ചീറ്റുന്ന കേട്ടിട്ട് ഞാൻ 4:30 എണീക്കില്ല. അയാൾ 4:30 എണീക്കും. എന്ത് നാനയോ. അപ്പോൾ മൂക്ക് ചീറ്റുമ്പോൾ കുറേ കഴിയുമ്പോൾ നസ്യം ചെയ്യാം. ആയുർവേദത്തിൽ ശ്വാസം ക്ലിയർ ആക്കണേ. ശ്വാസം സൗഹൃദം ഉണ്ടാവണം മൂക്കുമായിട്ട്. അപ്പോഴേ സുഖം ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, നല്ല ശ്വാസം കിട്ടിയാൽ നമുക്ക് നല്ല സുഖമായിരിക്കും. കുറേ നടക്കുക, നടന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് നോക്കിയാൽ നല്ല സുഖമായിരിക്കും. ഈ സുഖമില്ലേ, ശ്രദ്ധിക്കണം. പണ്ട്
വിദേശത്തെ പത്രപ്രവർത്തകർ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അതികായനായ എഴുത്തുകാരനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത്. അദ്ദേഹം ഒരു ഭയങ്കര തമാശക്കാരനാണ്. ഈ വൈക്കം മുഹമ്മദ് ബഷീർ മാങ്കോസ്റ്റിൻ മരത്തിൻ്റെ താഴെ ഹസേരയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവർ വന്നിട്ട് നോക്കുമ്പോൾ ഇയാളിങ്ങനെ ഒരു മൂന്നിക്കൂടി ഇയാളോ വിശ്വസാഹിത്യകാരനാണ്. അവർ അത്ഭുതപ്പെട്ടു. ഒന്നുമില്ല, അതിലിടയ്ക്ക് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇയാളോട് ചോദിച്ച ഒരു ചോദ്യം, സാർ ഈ ലോകത്തിൽ ഏറ്റവും സുഖമുള്ളത് എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾക്ക്? ഏറ്റവും സുഖം ഇഷ്ടമാണോ എന്ന് വെച്ചാൽ അതേ തോന്നും. ഏറ്റവും സുഖം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവർ വിചാരിച്ച വലിയ അന്താരാഷ്ട്ര കാര്യം പറയും. ഉക്രൈൻ ബോംബിട്ടാൽ എനിക്ക് സന്തോഷമാണെന്ന് പറയുന്നത് വിചാരിച്ചത്. ഇയാൾ പറഞ്ഞൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പം കാല് ഏതെങ്കിലും ഒരു കല്ലിന് മുട്ടിയെന്ന് വിചാരിക്കാം. ഇയാൾ പറഞ്ഞതാ മുട്ടിയാൽ നമ്മളെല്ലാ വാക്ക് പറയുന്നത് കപ്പിളിക്കുക എന്ന് പറയും. ഈ ചുണ്ട് അങ്ങ് ചോരയായിപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ പൊറ്റ വരും. അപ്പോൾ അവരിങ്ങനെ ഞെട്ടിധരിച്ചിരിക്കുക. എന്നിട്ട് അപ്പോൾ ആ പൊറ്റ ഞാൻ പൊളിച്ചാൽ എന്നിട്ടോ പിന്നെ അതെടുത്ത് കാലുമ്മൽ വെച്ചിട്ട് ഇങ്ങനെ തടവും. നേരം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. എഴുതാൻ പറ്റിയിട്ടില്ല അവർക്കത്. അവർ വിദേശ പത്രങ്ങളിൽ എഴുതിയത് ഇതിലും വലിയൊരു എക്സ്പ്ലനേഷൻ ലോകത്തിൽ കിട്ടൂല എന്നാ. സുഖത്തിന് നല്ല സുഖം ഉണ്ടാവില്ലേ? ഉണ്ട്. അതെന്തിനല്ല കാണാം. കഴിഞ്ഞ ദിവസം അന്നദാനത്തിലിരുന്നപ്പോൾ ഒരാളെ സുഖം എന്താ വെച്ചാൽ ഞാൻ എണീച്ചപ്പുറം പോയിരുന്നു. ഇയാളിങ്ങനെ മൂക്കിലിങ്ങനെ വരലിട്ട് ഒരു സുഖം. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കിട്ടിയ നിങ്ങൾ നിലവറ തുറന്നു. അത് ഞാൻ എണീച്ചിട്ട് അങ്ങ് അപ്പുറത്ത് ചെയ്യുന്നു. എന്താ അറിയോ, അയാളെ കുറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലായ? നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കണം. ഇതൊന്നും ചെയ്യാൻ വിടരുന്നല്ല, ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. തോട്ടേണ്ട സമയം. എൻ്റെ അടുത്ത് ഒരു കക്ഷി വന്നിട്ട് ചെവി ഇങ്ങനെ വൃത്തിയാക്കി താക്കോലുണ്ട്. ഞാൻ പറഞ്ഞ അശോക സ്റ്റാർട്ടായി പോയാൽ ഫീസും കിട്ടൂല, നീ അങ്ങ് എത്തിപ്പോ. താക്കോലും കൊണ്ട് ചെവി തിരിക്കുക. സൗഹൃദമല്ല, അത് പൊട്ടിപ്പോന്നേ കർണപടം. സൗഹൃദം എങ്ങനെയാ? അതിന് സമയമുണ്ട്. മൂക്കിനോട് സൗഹൃദം കാണിക്കേണ്ട സമയമുണ്ട്. പല്ല് നല്ല വൃത്തി തേക്കണം. സൗഹൃദത്തിലല്ലേ പല്ല് തേക്കുക നമ്മൾ? അതെ, ബ്രഷ് എടുത്ത് പേസ്റ്റ് എടുത്ത് സൂക്ഷിച്ച് കൊണ്ടുപോകും. മോനെ കുത്തല്ലേ, ആരാ പറയുന്നു? അണ്ണാക്ക്. നീ ശ്രദ്ധിക്കണേ, നിന്റെ മോനെ തേപ്പിക്കുന്ന പോലെ നീ എണ്ണ തേക്കല്ല, അടിച്ച് തേക്കും ഇങ്ങനെ ഇല്ലേ? എന്നാൽ മോനെ എങ്ങനെയാണ് തേപ്പിക്കുക? കഴുത്ത് പിടിച്ച്. ഒരു വീട്ടിൽ പോയാൽ ഞാൻ വെച്ച് ഇതിനെ വല്ല അറക്കുന്നതാണ്. നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ അരുതെന്ന് പറയുമ്പോൾ പല്ലിയേക്കുന്നതാണ്. ഇതിനെ പിടിച്ചിട്ട് പല്ലിയേപ്പിക്കുന്ന. ദൂരെ നിന്ന് ഫോട്ടോ എടുത്താൽ വിചാരിക്കും എൻ്റെ കഴുത്തറിയത്. എന്താ ആ സൗഹൃദം പോയി പോന്ന്? സൗഹൃദം എങ്ങനെയാണ് വരിക? സൗഹൃദം ഉണ്ടാവുന്നത് കൂളായിട്ട് നാക്ക് തുടക്കുക. ടങ് ക്ലീനറോട് നാക്ക് കൊടുക്കുമ്പോൾ നാക്ക് പറയും, നീ അങ്ങോട്ട് കയറ്റല്ലേ, മക്കൾക്ക് തട്ടിപ്പോവും, പിന്നെ ചോര തുപ്പേണ്ടി വരും. അപ്പം എന്താ മെല്ലെ ആക്കുക. മനസ്സിലായ? അതങ്ങ് അവസാനമാകുമ്പോൾ ഓരോ ഒച്ചപ്പാട് അലർച്ച. ചാമുണ്ടയെ പോലെ അപ്പോൾ നമ്മളാവുക. ചാമുണ്ടയെ പോലെ ഒരു അലർച്ച വരുമ്പോൾ ആണ് കൂളാവുക. നാക്കെല്ലാം ഇങ്ങനെ തുടക്കണം, ബാമ്പം തുടക്കലായിരിക്കണം. ആ അലർച്ചയിലുണ്ടല്ല ഭയങ്കര കൂളാവും. അത് കഴിയുമ്പോൾ ചില്ലറക്കാരിയ നഖം മുറിക്കുക. സൗഹൃദമുണ്ട്. ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ നോക്കണേ, സൈഡ് നോക്കണേ. മുറിച്ചു. അത് ലേശം കടന്ന് പറയുന്നത് അനുസരിക്കാണ്ടിരുന്ന ഇട മുറിഞ്ഞു പോകും. അന്നേരം പറയാം, അന്നേരം ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാൽ പിന്നെ അടുത്തവനെ എടുക്ക്. ഓൻ പറയും, നീ മറ്റേത് മുറിച്ച പോലെ മുറിക്കല്ലടോ, നോക്ക്. നഖം മുറിക്കുമ്പോൾ സൗഹൃദമുണ്ട്. ബ്ലേഡും വിരലും തമ്മിൽ. കാല് നമ്മൾ കുളിക്കുന്നു, നല്ല എണ്ണ തേച്ച് കുളിച്ചെടുത്ത് അങ്ങനെ നമ്മളതിന് ഭംഗിയാക്കുന്നു ശരീരത്തിന്. സൗഹൃദമാണ്. സൗഹൃദം ഉണ്ടാവില്ല. എന്താ കാരണം? 8:45 എണീറ്റ് ഇതിനിടയ്ക്ക് ഒരു വീട്ടിൽ പോയാലും കണ്ടു ഒരാൾ ഇസ്തിരി ഇടുന്നു. അയാൾ തന്നെ ഇസ്തിരി ഇടുന്നു. അയാൾ ഫോണിലേ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തോ അതിനിടയ്ക്ക് വല്ലും തേക്കുന്നുണ്ട്. ഞാൻ ചിതന്ന രവിയാട്ട സ്ത്രീ പറഞ്ഞു, അതേ പിപ്പ എണീച്ചിന് പോകാൻ സമയമായി. ഞാനോട് പറയലും ഇത് പേസ്റ്റ് ഇങ്ങനെ ഇത് പുറത്തേക്ക് വലിച്ച് എല്ലാം തേക്കുന്ന ഡ്രസ്സിൽ നിങ്ങളിങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിട്ട് രാവിലെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിന് അല്ല നിങ്ങൾ വർത്താനം ഇങ്ങനെ എണീറ്റ എങ്ങനെയാ? ഈ പടപ്പില്ലേ രാവിലത്തെ ഈ പടപ്പ് കുറയേണ്ടിക്ക് ഒറ്റ പണിയുള്ളൂ. ഗെറ്റപ്പ് കളി. 5 മണിക്ക് എണീച്ച ഈ ജാലിയം പാലാഭാഗമൊന്നും വീട്ടിലുണ്ടാവില്ല. സൗഹൃദം അല്ലെങ്കിൽ കുഴപ്പമാണ്. ഗ്ലാസ് എടിയാ വെച്ചിന് എന്നോട് അയക്കുന്നത്. അപ്പോൾ ഗ്ലാസ് വീട് പൊളിഞ്ഞു. നിങ്ങൾ ഈ വീട്ടിലെ സകല പാത്രവും പൊളിക്കുന്നത്. അപ്പോൾ കോള കഴിയുമെന്ന് വീണു ഇന്ന് ഗ്ലാസ്. അതേപോലെ അപ്പോൾ ഇയാൾ പറയാന്ന് വെക്കുമ്പോൾ അവൾ പറഞ്ഞു, ഈ ഗ്ലാസ് ആരാ ഇവിടെ കൊണ്ടച്ചിന്? അയാൾക്ക് എന്നെ സംശയം, ഞാനാണോ? അല്ല ഒന്നുമില്ല, ഞാൻ പറഞ്ഞു നേരിട്ടു. രണ്ടും ഒരു വീട്ടിലല്ലേ, രണ്ട് മനസ്സല്ലേ, രണ്ടും ഒന്നിച്ചിക്കേണ്ട മനസ്സല്ലേ. ഇതെല്ലാം ഉണ്ടാവും. ഇത് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ വീടില്ല. ഞാൻ പറഞ്ഞെന്തറിയോ, കലഹമൊക്കെ ഉണ്ടാവും.
പക്ഷെ അത് സോൾവ് ആവും. എപ്പം സോറി എന്ന ഒരു വാക്കുണ്ടെങ്കിൽ തീർന്നു. അത് പതിവാക്കരുത്, അത്രയേ വേണ്ടൂ. പതിവാക്കരുത്. സൗഹൃദം മനസ്സിലാവുന്നുണ്ടോ? എന്നിലൊരു സൗഹൃദം ശരീരത്തിലുണ്ടാവും. അപ്പം എന്താ സൗഹൃദം? എനിക്ക് എൻ്റെ ഹെൽത്തി ബോഡി സൗഹൃദമാണ്. എൻ്റെ ശരീര ആരോഗ്യം ഉണ്ടാവണം. അതിനെന്താ പണി? ഗുഡ് ഫുഡ്, നല്ല ഭക്ഷണം കഴിക്കും. മണ്ഡലകാലത്ത് വ്രതമാണ്. അപ്പോൾ വ്രതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ എണീറ്റ് ചോദിച്ചു, എന്താ വ്രതം? എനിക്ക് മാംസാഹാരം ഇഷ്ടമാണ്, ചിക്കൻ മട്ടൻ എല്ലാം ഇപ്പം കഴിക്കാൻ കഴിയുന്നില്ല, ഇപ്പം എന്തൊരു ചൊറിയ മാലിയിട്ടോണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വ്രതം എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലേ മാംസം? അതെ, അതൊന്ന് അകലുക. മണ്ഡലകാല വ്രതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതിനോടാണോ ഇത്രയും മാസം വരെ ഏറ്റവും ഇഷ്ടമുണ്ടായത് അതിനോട് ലേശം അകലുക. അതാ വ്രതം. കുടുംബജീവിതം നയിച്ചു ഭാര്യ ഭർത്താക്കന്മാർ ഭയങ്കര സ്നേഹ, വൃശ്ചിക 1 വരെ, അതിൽ നിന്ന് ലേശകല. എന്നേക്കായിട്ട് അകലാൻ മാലിയിടല്ലേ, കുറച്ചകല, 41 ദിവസം അകലും. കുട്ടികൾ വീട്ടിൻ്റെ അകത്ത് മാംസാഹാരങ്ങളാണ് ഇഷ്ടം, അതിലേശകലുക. പുകവലി ഭയങ്കര ഇഷ്ടമാണ്, അതിൽ നിന്ന് ലേശകലുക. ഇഷ്ടമുള്ളതെന്തോ അതിൽ നിന്ന് അല്പം അകലലാണ് വ്രതം. ഇപ്പം മനസ്സിലായ? അല്ലാണ്ട് കെട്ടിമുട്ടി നിൽക്കരുത്. ചിക്കൻ 41 ദിവസമായിട്ട് കഴിച്ചിട്ടില്ല, 42-ാം ദിവസം മാല കഴിച്ചെന്ന് 50 രൂപയായിട്ടാണ് കഴിച്ചത്. ഇതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വ്രതമല്ല. ഇഷ്ടമുള്ളത്, അതാണ് കാശി പോയാൽ എന്തെങ്കിലും ഒഴിവാക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട്? കാശിയിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒഴിവാക്കണം. പണ്ട് നമ്മൾ പോയാൽ ഒരാൾ പറഞ്ഞു അച്ചാർ ഒഴിവാക്കി, കാരണം വേണ്ട, ചൊറയില്ലാത്ത സാധനം. അങ്ങനെയല്ല, ഇഷ്ടമുള്ളതാണ് ഒഴിവാക്കട്ടെ. അത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു പപ്പടം ഒഴിവാക്കി. പറഞ്ഞു ഒരാൾ പറഞ്ഞു എൻ്റെ ഓളം ഒഴിവാക്കി. എന്നുവെച്ചാൽ മൊത്തം കറക്റ്റായല്ലോ. അങ്ങനെ ഒഴിവാക്കരുത്. നമുക്ക് ആവശ്യമുള്ളതിനെ ഒഴിവാക്കരുത്. പക്ഷെ നമുക്ക് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നതിനാ ഒഴിവാക്കുക. അതാ കാശിക്ക് അങ്ങനെ പ്രാധാന്യം. ത്യജിക്കുക എന്ന് പറയുന്നില്ലേ, ആ ത്യജിക്കുക എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് വളരും തോറും സൗഹൃദം കിട്ടുക. പ്രകൃതിയിൽ കുറഞ്ഞു വരുമ്പോൾ പ്രകൃതി പറയും മോശമില്ല, നിനക്ക് പ്രൊമോഷനായി. കുറേ കഴിയുമ്പം എന്താ മതി, കുറേ കഴിയുമ്പോൾ മതി. 80 ആകുമ്പോഴേക്ക് ഒരു ചേമഞ്ചേരിയൊക്കെ അന്ന് 100ാമത്തെ വയസ്സെത്തുമ്പോൾ നമ്മൾ പോയി കണ്ടൊരു വന്നാട എണീച്ചു, ഒരു ഗ്രൂപ്പ് എണീച്ചു. അദ്ദേഹം നിസ്സംഗനായിരുന്നു, നല്ല ആരോഗ്യം, നല്ല കാര്യം. പക്ഷെ ശരി, എന്തെന്ന് നിങ്ങളിങ്ങനെ ഇട്ടത് നന്നായി. ആനന്ദമൊന്നും ഉണ്ടായില്ല. കപാലികം പൂരിപ്പാടിന് അവാർഡ് കൊടുത്തപ്പോൾ വളരെ സന്തോഷം. നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയ? ഇവർ തന്നതാന്നോ? അല്ലാണ്ട് ഇൻ്റർവ്യൂ ഒന്നുമല്ല, ഞാൻ ആരാ ഞാനൊന്നുമല്ല. സന്തോഷം. ഈ നിസ്സംഗത്വമില്ലേ, ഇത് ലൈഫിൽ സൗഹൃദം കൂട്ടും. കുറേ കഴിയുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. നിസ്സംഗത്വം വന്ന സൊല്യൂഷനാണ്. പിന്നെ ഏത് ചോദിച്ചാലും സൊല്യൂഷൻ കിട്ടും. അതിന് ഒറ്റ പണിയേ ഉള്ളൂ. എന്താണെന്നറിയോ? സ്വയം തയ്യാറാവണം. അതാണ് ഞാൻ നിർത്തുന്നത് അവിടെ. നമ്മൾക്ക് എങ്ങനെയാണ് സൗഹൃദം കിട്ടുമെന്നറിയോ? വന്നു വീഴുന്നതല്ല, നമ്മൾ ഉണ്ടായി നമ്മളിൽ ഉണ്ടായി അതങ്ങനെ നിലക്കുന്ന. അതാണ് പണ്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കാൻ പോകുമ്പം പഞ്ചായത്ത് കിണറിൻ്റെ അടുത്തുണ്ട് 10-20 ആളിങ്ങനെ എത്തി നോക്കും. അപ്പോൾ ഇയാൾ പോയിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? അവരുടെ ഒരു കുട്ടി വീണിട്ടുണ്ട്, 40 അടി താഴ്ച കിണർ, ആരാ എടുക്കണ്ട്? നിങ്ങളെല്ലാം ഇവനിങ്ങനെ നോക്കിക്കുന്നു ചോദിച്ചു. പഞ്ചായത്ത് 65 വയസ്സുണ്ടായിട്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു ആരാതുള്ള? ഉടനെ കൊടയവിടെ ചാടിയിട്ട് ഇയാൾ ഒറ്റത്തുള്ളൽ കിണറിൽ കുട്ടീനെ എടുത്ത് വലിച്ച് കയറ്റി പുറത്തു കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു പ്രസിഡന്റിനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, ടൗണിൽ അനുമോദിക്കണം. 40 പോലും താഴ്ചയുള്ള കിണറിന് 8 വയസ്സുള്ള കുട്ടീനെ 65 വയസ്സുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്ത് മാറ്റി. സംഭവമല്ലേ? ടൗണിൽ ആഹ്ലാദ പ്രകടനവും അനുമോദനവും വൈകുന്നേരം. സ്റ്റേജിൽ തന്നെ 200 ആൾ. ഇയാൾ അനുമോദിക്കാൻ വേണ്ടിയിട്ട് മലയാളിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, പറഞ്ഞ് കയറ്റി കളി. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയിട്ട് സ്വാഗത ഭാഷകൻ സ്റ്റേജിൽ നിന്ന് ഒരുപാട് ആളുണ്ട്. ഇയാളങ്ങ് പറഞ്ഞിട്ടും ഭാരതീയ ധർമ്മശാസ്ത്രം എന്നെല്ലാം പറിച്ച് ലാസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കണ്ണൂരിൽ നിന്ന് വന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, വർഷങ്ങളായി പരിചയമില്ല എന്നെല്ലാം പറഞ്ഞു. പരിചയമുള്ള എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ പേരെന്നാ? എന്ത് സൗഹൃദം അത്? പറഞ്ഞ് വഴി തെറ്റിപ്പോയി. മനസ്സും വഴിയും തെറ്റിപ്പോറും. സൗഹൃദമാകുമ്പോൾ ഉണ്ടല്ലോ, ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം കുറേ കാലമായിട്ട് കാണാത്ത എൻ്റെ ഒരു മാഷ് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോൾ എൻ്റെ പുറത്തൊരടിയടിച്ചു. അയാൾ സന്തോഷത്തിലാണ്. എൻ്റെ വൈഫിൻ്റെ മുമ്പ് നടിച്ചത്. എനിക്കാണെങ്കിൽ ഇതിലും വലിയ അടി ഇനി ഓളടുത്ത് കിട്ടാനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എൻ്റെ മാഷ എൻ്റെ സുഖാണോ?
സുഖാണോ? നീ നല്ല ഒരുത്തനായി മാറിയെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പണ്ട് ഞാനെന്താ മോശം? അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതെല്ലാം സഹിക്കുക. അടീൻ്റെ ആ ഒരു വേദനയുണ്ടല്ലോ. അപ്പം ഞാൻ ആലോചിക്കുന്നതെന്നറിയോ, നല്ല തന്നെ അയാളെ സൗഹൃദം മൂത്തുപോയി എന്നെ കണ്ടുതരും. എനക്കോ മതിമറന്ന് സൗഹൃദം പ്രകടിപ്പിക്കണം. ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. സൗഹൃദം നല്ലതാ. കല്യാണത്തിൻ്റെ തലേന്ന് പോയി നമ്മൾ ഒരു പ്രാവശ്യം. അപ്പോൾ ഈ എനക്കങ്ങ് കൈ തന്നിട്ട് ലാസ്റ്റിൽ ഈ അച്ഛൻ കൈ പിടിച്ച് എൻ്റെ കൈക്കാണെങ്കിൽ മോതിരമുണ്ട് ഇയാൾ. അപ്പോൾ ഇത് എനക്കാണെങ്കിൽ പിടിക്കാനെങ്കിൽ അപ്പോൾ നോക്കും ഇയാൾ പരത്തുന്നത് എൻ്റെ കൈമിലെ കവറാണ്. അതിനാണിത് വലിക്കുന്നത്. കറക്റ്റ് മനസ്സിലായോ? അയാളെ സൗഹൃദം ഏനോടാന്നറിയാം, ഈ കവറിനോടാണ്. എൻ്റെത് എനിക്കിത് വലിച്ചു കിട്ടലാണ്. ഈ തമ്മിൽ ക്ലാഷായി പോവും. ആ സൗഹൃദം ഓട്ടോമാറ്റിക്കായി വരുന്ന സാധനമല്ലല്ലോ. ഈ സൗഹൃദം ശ്രദ്ധിക്കേണ്ടത്. അവസാനം ഈ സ്റ്റേജിൽ നിന്ന് ആൾ തിരിച്ചും പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ആരായി മാഷ് 2000 ആൾ കേൾക്കാനുണ്ട്. മാഷ ഷാളണിയിച്ചു, മാലി അണിയിച്ചു, 1 മണിക്കൂർ മാഷെപ്പറ്റി. ആരാ മാഷ് ഇത്രയും ഭയങ്കര നിലമാണ്. കുറേ കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു മതി ഇനി. എന്താ കാരണം എന്നറിയാം? മാഷ കാണുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റില്ല. കാരണം ഷാളും ഇതെല്ലാം ഇട്ടിട്ട് തിരിയുന്നില്ല. അധ്യക്ഷൻ പറഞ്ഞു മതി ഇനി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പറയുന്നു. ഉടനെ ഇയാൾ ഇതെല്ലാം എടുത്ത് ടീപ്പോയി മുറി വെച്ച് ആടെ പോയി എന്നിട്ട് മുണ്ടെല്ലാം മുറിച്ച് എല്ലാവരെയും നോക്കി എന്നിട്ട് പറഞ്ഞു 1.5 മണിക്കൂർ നിങ്ങൾ എന്നെ അനുമോദിച്ച് എന്നെ കൊന്നാൾ നിങ്ങൾ. പക്ഷേ എനിക്ക് അറിയാൻ ഒറ്റൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഏതോനാ എന്നെ പിടിച്ച് ഉന്തിയിട്ടിനെന്നാ. ഈ മാഷ ആടെ പോയി എത്തി നോക്കിയപ്പോൾ ഏതോ ഒരുത്തം പിടിച്ച് ഉന്തിവിട്ടതാ. ഉന്തിയപ്പോൾ വീണപ്പോൾ കിട്ടിയത് കുട്ടീനെയാണ്. കറക്റ്റ് മനസ്സിലായ? ഉന്തിയിട്ടിട്ട് ഒരു സ്ഥലത്തും വരണ്ട, ഒരു സൗഹൃദം ഉണ്ടാക്കണ്ട. നിങ്ങൾ മക്കളോട് നാളെ മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഉണ്ടാവില്ല. അതിങ്ങനെ ഉണ്ടാവേണ്ട കൾച്ചർ. ഈ ഭാരതത്തിൻ്റെ ധർമ്മശാസ്ത്രതാണ്. ആ ധർമ്മശാസ്ത്രം എങ്ങനെ നമ്മൾ കൊണ്ടു പോകുന്ന വീട്ടിലൂടെയും ക്ഷേത്രത്തിലൂടെയും നാട്ടിലൂടെയും അത് വളരും. സൗഹൃദം വളരും. അല്ലേ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതിനെല്ലാം ചകഞ്ഞു നോക്കും. കാശി പോയി ഒരുത്തൻ പീടിയൊക്കെ കയറിയിട്ട് വെച്ചു ഭസ്മം ഉണ്ടോ? ആ ഉണ്ട്. അപ്പോൾ ഭസ്മം വിൽക്കുന്ന ആൾ മലയാളി, ഈ പോയവരും മലയാളി. ഇവൻ പാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയും. അപ്പോൾ അയാൾ വെച്ച് നീ എന്നാ നോക്കുന്നത്? അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുന്നതാണ്. അയാൾ പറഞ്ഞിട്ട് വാങ്ങിപ്പോയി നെറ്റിക്ക് തേക്കടോ, നിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒരു 10 കൊല്ലം കിട്ടുന്നു. നീ ഭസ്മത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുന്ന മലയാളിക്കാണ് അപാകത വന്നത്. ഇവിടുത്തെ അമ്മക്കല്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ ചിന്ത പോകേണ്ടത്. ഞാൻ പറഞ്ഞ ട്രാക്ക് കറക്റ്റ് മനസ്സിലായല്ലോ. സൗഹൃദം എന്ന് പറയുന്ന സാധനം എൻ്റെ ഹെൽത്തിനോടുള്ള അതാണ് നമ്മൾ ഗുഡ് ഫുഡ് കഴിക്കുന്നത്. നല്ല ഭക്ഷണം മണ്ഡലകാലത്ത് കഴിക്കണമെന്നേ തീർന്നിട്ടില്ല. നല്ല വ്യായാമം ചെയ്യണം, ശരീരം ഇളകണം, നടക്ക്, ചെരുപ്പിടാതെ. ഏറ്റവും ഇഷ്ടമാണ് നമുക്ക് ചെരുപ്പിടാനും ചൂടാൻ. മണ്ഡലകാലത്ത് സ്വാമി വ്രതം എടുക്കുന്നു. എന്തെന്ന്? ഏറ്റവും ഇഷ്ടമുള്ള ചെരുപ്പിനെ അങ്ങ് ഒഴിവാക്കി കല്ലും മുള്ളും ചവിട്ടിപ്പോകും. അപ്പോൾ അക്യൂപ്രഷർ ബ്രെയിന് എഫക്റ്റ് ആവും. ഇതാണ് ചെരുപ്പിടാതെ നടന്നാൽ കിട്ടുന്ന ഗുണം. അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ളതിനെ ഒഴിവാക്കിയത്. ഈ സൗഹൃദം നമ്മളെ ശരീരത്തിൽ നിന്ന് ഗുഡ് ഫുഡ്, നല്ല എക്സസൈസ് ചെയ്യണം, വ്യായാമം ചെയ്യണം. വ്യായാമം അത് യോഗയായ നന്ന കളരിയായ നന്ന ഇതെല്ലാം രഹസ്യമാണ്. യോഗയായാലും ടി വി നോക്കി പഠിക്കല്ലേ. ടി വി നോക്കി പഠിച്ചാൽ പിന്നെ സൗഹൃദം ഉണ്ടാവില്ല. ബോവനും മോളിയും ടി വി നോക്കിയിട്ടാണ് പഠിച്ചു. നീ കാലിവിടെ വെക്കാൻ പറഞ്ഞ് ടി വിൻ്റെ അകത്തുനിന്ന് ഇത് ഇടിയും വെച്ചു. പിന്നെ ഇത് അയക്കണ്ടേ? ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ ടി വിയിൽ എഴുതി കാണിച്ചത് ഇത് അഴിക്കുന്ന വിധം അടുത്ത ആഴ്ച ഇതേ സമയത്ത് തന്നെ കാണിക്കുന്നു. പിന്നെ അയക്കാൻ കഴിയില്ല. ആചാര്യനെ കൊണ്ടുവന്നിട്ട് യോഗ പഠിക്കണം. യോഗ പഠിക്കുമ്പോഴുള്ള ഗുണം ചുണ്ടു മുതൽ മൂർധാവ് വരെ സൗഹൃദം ഉണ്ടാവും. വളയും തിരിയും മറയും. അപ്പം എന്താ സംഭവിക്കുക? ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാവും. നമ്മുടെ ബ്ലഡ് നമ്മളോട് സൗഹൃദം കാണിച്ചാൽ ബ്ലഡിൻ്റെ പ്രഷർ കൂടില്ല. നമ്മുടെ നാക്ക് രുചിക്കനുസരിച്ച് ഭക്ഷണം കഴിക്കരുത്. രുചിക്കനുസരിച്ച് ഭക്ഷണം കഴിക്കല്ല, വയറിനനുസരിച്ചാ ഭക്ഷണം. നല്ല രുചിയുണ്ട്, 2 ഗ്ലാസും കൂടി കൊണ്ട രുചിയുണ്ട്, കൂട്ടല്ല. അതാണ് രുചി കൂട്ടാനുള്ള പണിയാണ് ഇപ്പം ഭക്ഷണത്തിന് വേണ്ടി ഹോട്ടലിലും ബേക്കറിയിലും ചെയ്യുന്നത്. കഴിച്ച നല്ല രുചിയുണ്ടപ്പ, 2-3 ആയിക്കോട്ടപ്പ. ഒരു വീട്ടിൽ ഇതിനൊക്കെ പോയപ്പോൾ വലിയ തൊണ്ടൊക്കെ പാത്രത്തിൽ ലേശം കായ് വറുത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ടി വി കണ്ടിട്ട് തിന്നാം. ഇത് ഇതിൻ്റെ അകത്തേക്ക് താഴുന്നില്ല, കാരണം അത്രയ്ക്ക് താണ്. എന്നോട് പറഞ്ഞ് 2 എടുത്ത് തന്നാട്ടെ. ഞാൻ കുറേ വാരിയിട്ട് 2 കൊടുത്തു. ഞാൻ പറഞ്ഞു അത് തിരിച്ചും ഭാരല്ല നിങ്ങൾ, എനിക്കും ഉണ്ടാകും. അത്ര സമയത്ത് തിന്നുന്നേരം 1.5 മണിക്കൂർ ചിപ്സ് BP കേടിങ്ങും പോണം. രുചിക്കല്ല ഭക്ഷണം. ശ്രദ്ധിക്കണേ. കാക്കിലോ ബദാം വാങ്ങിക്കൊണ്ടുവന്ന ഒരു ഭർത്താവ് വീട്ടിൽ, അത് ടീപ്പോയി വെച്ചപ്പോൾ ഓൾ ടി വി കാണുക. ഓളതങ്ങ് എടുത്ത് കാക്കിൽ. ഇയാൾ കയ്യെല്ലാം കഴിയുമ്പോൾ കോള ചെയ്യുമ്പോഴാണല്ലേ
ഒന്ന് താടോ ഒന്നോർത്ത് ഒറ്റൊന്നോർത്ത് ഭയങ്കര അനുസരിച്ച് ഒരു ബദാം താന്ന് പറഞ്ഞ് ഒരു ബദാം കൊടുത്തു. അപ്പം ഇയാൾ തിന്ന് നോക്കുമ്പോൾ ഓള് തിന്നുകൊണ്ടിരിക്കേ പറഞ്ഞു ഒന്നും കൂടി കൊണ്ടാടും നിർമ്മ ഞാൻ എന്തിനാ അല്ല രുചി നോക്കാനാ ഈ ബദാമിനെല്ലാം ഒരേ രുചിയാണ് എല്ലാ ബദാമിനും മതി അടക്ക് എല്ലാ ബദാമിനും ഒരേ രുചിയാണ്. അപ്പം രുചിക്കനുസരിച്ച് കഴിക്കല്ല വയറിന് വേണ്ടി കഴിച്ചാൽ സൗഹൃദമായി അല്ലെ വയറ് കോപിക്കും. വയറ് ഡിസ്റ്റർബ്ഡായ സമരായി സൗഹൃദമില്ല. തല സൗഹൃദം ഉണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടാവും. പണി മുടക്കിയാൽ ബുദ്ധിമുട്ടാവും. ജലദോഷം ജലം കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം ശരീരത്തിൽ. അതിന് ദോഷം വന്നു പോയാൽ അതിൻ്റെ പേരാണ് ജലദോഷം. സന്തോഷം സൗഹൃദത്തിലാവണം. സന്തോഷം സൗഹൃദമാകുമ്പോൾ കണ്ണുമായിട്ടാണ് സൗഹൃദം. ഭയങ്കര സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിച്ച് 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 ഹരീഷ് കണാരൻ പറഞ്ഞിട്ട് കേട്ടില്ലേ, അച്ഛൻ മരിച്ചേരം ഞാനും അമ്മയും ചിരിച്ച് 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 മരിച്ചു പോയി. അച്ഛനല്ല നമ്മളെ രണ്ടാളും ചിരിച്ച് 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 മരിച്ചു പോകാന്നിട്ട് കരച്ചലാ. ശ്രദ്ധിക്കണം, അത് നല്ലതാ. ഭയങ്കര സന്തോഷത്തിൽ ഓവർ ഹാപ്പിനെസ്സിൽ കണ്ണെന്ന് വെള്ളം വരും. ദുഃഖം വേണ്ട എന്ന് പറയാൻ കാരണമുണ്ട്. ദുഃഖത്തിൻ്റെ സൗഹൃദം നമുക്ക് വേണ്ട. എന്താ കാരണം എന്നറിയാം? ഒറ്റ കാരണം കൊണ്ടാണ്. കണ്ണിന്ന് വെള്ളം വരും. അധികം ദുഃഖമായാൽ കണ്ണിന്ന് വെള്ളം വരും. അന്നേരം ഈ ഗേറ്റ് തുറക്കും, ഇതിൻ്റെ ഉള്ളിലേക്കൂടെ വെള്ളം വരലായി. ഇത് സ്വൈര്യക്കട, ഇത് ചീറ്റുക എറിയുക മറ്റേത് തുപ്പുക അങ്ങനെയുണ്ടല്ലോ. ഇന്നലെ ഇപ്പോൾ തലപ്പുറം ബസ്സാണ് ഞാൻ ഓടുമ്പോൾ ഒറ്റ സെക്കൻഡിനാണ് 50 രൂപ പോയി. ആ ബസ്സിൽ ഇരുന്ന ബസ്സിൽ നിന്ന് ഒരൊറ്റ തുപ്പ് ഒരാൾ. അന്നേരം എനിക്ക് മനസ്സിലായത് ഹൈറ്റ് കുറഞ്ഞാലുള്ള ഗുണം. ഇതിനെ കൂടിയാണ് പോയെ ബെറാക്ക കൊണ്ട്. പക്ഷേ ഞാൻ പ്രഭാഷണത്തിന് പോകുന്ന ഞാൻ അമ്മ കാത്ത് ഞാൻ ബസ്സിൽ നോക്കുമ്പോൾ അയാൾ രണ്ടാമതും തുപ്പാനുള്ള പുറപ്പാടാ. വേഗം ബസ്സിലിരുന്ന് തുപ്പുക മലയാളി. ഈ സൗഹൃദം അയാൾക്കാണ് കിട്ടിയത്. ക്ലീനായി ചിന്തിച്ച് ഇങ്ങനെ സൗഹൃദം വരുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാം? നിങ്ങൾ കരച്ചൽ വേണ്ടാന്ന് പറയാൻ കാരണം അതാ. കരച്ചൽ വരുമ്പോൾ ഇത് തകരാറാ. ഇനി സൗഹൃദം ഞാൻ പറയാം, ഈ രണ്ടും സൗഹൃദത്തിലാണ്. പക്ഷെ സൂക്ഷിച്ചോ, ഈ കണ്ണിന്ന് വെള്ളം വന്നാൽ 1000 ആൾ തുടച്ചു തരാനുണ്ടാവും. മരിച്ച വീട്ടിൽ വന്നിട്ട് ശാന്ത പറയും, ശാരദേ നിനക്ക് ഞാനുണ്ട്. നേരെ മെല്ലെ പറഞ്ഞേ ഉള്ളതാ ചോറ്. എന്നാലും മരിച്ച വീട്ടിൽ നിന്ന് ഞാനൊന്നും പറയും തുടച്ചു. ഈ 2 ഇഞ്ച് ഇപ്പുറത്തെ മൂക്കുന്നാണ് ശാന്തക്ക് വന്നതെങ്കിലോ ഈ ശാരദ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അതാള് തുടക്കട്ടെ. കണ്ണിൽ നിന്ന് വെള്ളം വന്നാൽ സൗഹൃദം മനുഷ്യ നിനക്കൊ1000 ആൾ തുടച്ചു തരാനുണ്ട്. മൂക്കിൽ നിന്ന് ആ വെള്ളം വന്നതെങ്കിൽ മനുഷ്യ സൗഹൃദം ഉണ്ടാവില്ല. നിനക്ക് നീ മാത്രമേ തുടക്കാനുണ്ടാവും. അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് വരുമ്പോൾ മൂക്കായിട്ടാ വരിക. ആരാന് ആപത്തുണ്ടാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ കണ്ണായി മാറി മടങ്ങിപ്പോകും. അപ്പോഴാണ് 1000 ആളുകൾ നമ്മളെ സ്വീകരിക്കാം. ഇതാണ് സൗഹൃദം. എൻ്റെ ശരീരം എന്നോട് സൗഹൃദം കാണിക്കണം. നല്ല ഭക്ഷണം, നല്ല വിശ്രമം, നല്ല വ്യായാമം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്നുണ്ട്, 2 കൂടി അങ്ങ് പറയാം. മനസ്സാണ് അടുത്തത്. മനസ്സ് സൗഹൃദം ഉണ്ടാവണം. മനസ്സ് സൗഹൃദം ഉണ്ടാവണ്ടെങ്കിൽ ശാന്തമാവണം. ഏത് മനസ്സ് കൂൾ. അതിനാണ് ഗുരുദേവൻ പറഞ്ഞത്, ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ. നിങ്ങനെ ചിന്തിച്ച് കുറയും. നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. അമ്മേ, നിന്നിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ തരികയാണ്. അത് അസ്പന്ദമായി അലയടിക്കാതെ നിലനിൽക്കുക. മനസ്സ് ശാന്തമായാൽ സൗഹൃദം സുന്ദരമാവും, മുഖം ശാന്തമാവും. രമണ മഹർഷി അരുണാചലേശ്വരൻ്റെ മുന്നിലിരുന്ന് തപസ് ചെയ്ത് അവസാനം അരുണാചലേശ്വരൻ്റെ മുന്നിൽ മുഖം സന്തോഷകരമായി നിർത്തിയ രമണ മഹർഷിയെ 1000 വന്ന് സാഷ്ടാംഗം പ്രണമിച്ചു. കാരണം അതാണ്. അമ്മ അമൃതാനന്ദമയ്യെ വിദേശത്ത് നിന്ന് പോലും വന്ന് ആ ഹഗ്, ഒരു കുട്ടിപ്പിടിക്കൽ ആഗ്രഹിക്കുന്ന ഭക്തൻ. എന്തുകൊണ്ടാണെന്നറിയോ? അമ്മ കുട്ടിപ്പിടിച്ച് കുട്ടാ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയില്ലേ, അതാണ് സൗഹൃദം. എത്ര ദിവസങ്ങളാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പലരും പറയും പലതും, പക്ഷേ ആ സൗഹൃദം ശ്രദ്ധിക്കണം. നിത്യാനന്ദ ഭഗവാൻ ഇങ്ങനെ നോക്കി ചിരിച്ചപ്പോൾ മാമ്പഴങ്ങൾ ഓരോന്നായി കുട്ടികളുടെ മുമ്പിലേക്ക് കാഞ്ഞങ്ങാട് ഊർന്നൂർന്ന് വീണു. കുട്ടികൾക്ക് ആഹ്ലാദമായി. അതാണ് പ്രകൃതിയോടുള്ള സൗഹൃദം. ഇതാണ് നമ്മൾ പിടിക്കേണ്ടത്. ഞാൻ ഇത് എവിടെ എത്തിക്കുന്നതെന്ന് അറിയും? മനസ്സ് ശാന്തമാകുമ്പം ബുദ്ധി സ്ഥിരതയും കൂർമ്മതയും വരും. അപ്പോഴേക്ക് സൗഹൃദമായി. ആരെല്ലാം തമ്മിൽ?
BMI, ബോഡി മൈൻഡ് ഇൻ്റലക്ട്. ഈ BMI തിയറി മനസ്സിൽ വെക്കണം. ശരീരവും മനസ്സും ബുദ്ധിയും സൗഹൃദത്തിലായാൽ അതെൻ്റെ വീട്ടിൽ പ്രകടമാവും. അങ്ങനെ 10 വീട്ടിൽ പ്രകടമാകുമ്പോൾ അത് നാട്ടിൽ പ്രകടമാവും. ആ നാട്ടിൽ പ്രകടമാവുമ്പോൾ അതാ പഞ്ചായത്ത്, ജില്ല, സ്റ്റേറ്റ്, രാജ്യം, അങ്ങനെ പോയി അത് ഭൂമി, സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിൽ എത്തി നിൽക്കും. നമ്മൾ സൗരയൂഥത്തിലെ 9 ഗ്രഹങ്ങളും സൂര്യനാവുന്ന കേന്ദ്രത്തോട് സൗഹൃദം കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ചാമണ്ടിക്കോട്ടത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ സൗരയൂഥത്തെ ഭൂമിയാറ്റം 9 മണിക്ക് തെറിച്ചു പോയിട്ടുണ്ടെങ്കിലോ ആലോചിച്ചിട്ടുണ്ടോ? ആ സൗഹൃദത്തിന് നന്ദി പറയണം നമ്മൾ. ആ നന്ദിയാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. വീണ്ടും 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 ക്ഷമ ചോദിക്കുന്നേ. 8:45 നിർത്താന്ന് പറഞ്ഞിട്ട് ഇപ്പം നോക്കുമ്പോൾ 9:05. അന്നേരം ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു എത്ര സമയമായി പറയുന്നത് നിർത്താത്ത ആടെ അങ്ങനെയല്ല, നിർത്തിയിട്ട് വേണം അന്നദാനത്തിന് കയറാൻ. ഇവിടെ പേടി പോകാനില്ല. യോഗക്ഷേമ സഭേൻ്റെ മീറ്റിംഗ് പറഞ്ഞ പോലെ തെക്ക് നിന്ന് വന്നവർ അതാത് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വടക്ക് ഭാഗത്ത് വന്നിരിക്കേണ്ടതാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയില്ല. അപ്പോൾ നമ്പൂരിപ്പാട് പറഞ്ഞു എല്ലാവരും അതാത് വീട്ടിൽ പോയി കഴിക്കണം എന്നാണ് പറഞ്ഞേ. നമ്മളെ സൗഹൃദം അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ പ്രകൃതിയിലെ സൗഹൃദമില്ല. ഞാനിത് എവിടെ എത്തിച്ച് നിർത്തുന്നതെന്ന് പറയാം. അങ്ങനെയാണ് വേദ ഉപനിഷത്ത് കാലഘട്ടങ്ങളിൽ തുടങ്ങിയ സൗഹൃദം. ഓം സഹനാവവതു സഹനൗ ഭുനക്തൗ സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ലാസ്റ്റ് വരി നോക്കണേ. മാ അരുത്, വിദ്യുഷ വിദ്വേഷം അരുത്. അതിനോ ഓം. അപ്പൊ ചോദ്യം, ഓം ആദ്യത്തെ വാക്ക് വേദമന്ത്രത്തിലെ എന്താ? ഓം എന്ന് പറഞ്ഞാൽ സൗഹൃദ. ഏതക്ഷരങ്ങൾ? ആ, ഊ, ഉം. 3 അക്ഷരങ്ങൾ സൗഹൃദമാണ്. അതേതെല്ലാം അക്ഷരം സ്വയം പരിശോധിച്ചാൽ മതി. 5-ാം വയസ്സിൽ അച്ഛ തുടക്ക് നുള്ളിയാൽ വായി പൊളന്നിട്ടാ കരിയ എന്ന് പറഞ്ഞാൽ നാഭിന്നാ വരുക. അതാണ് തെയ്യക്കോലങ്ങൾ അലറുന്നത് ഈ നാഭിന്ന. നാഭിക്ക് ബാക്കിലാണ് നട്ടെല്ലിൻ്റെ ലാസ്റ്റ് ഭാഗം. ആ ഭാഗം ഒരു എലിയുടെ രൂപത്തിലാണ് കാണുക. ആ മർമ്മം ശ്രദ്ധിക്കണേ. അതാ ഗണപതിക്കൊക്കെ പ്രാധാന്യം. അതൊക്കെ മന്ത്രത്തിലൂടെ ഉണർത്താൻ പറ്റും ആ മർമ്മം. ആ ഭാഗത്തുനിന്ന് ആ ശബ്ദം ഉണ്ടാവുക. അപ്പം കുട്ടിക്കാലത്ത് ഒരു 20 വയസ്സാവുമ്പോൾ അച്ഛൻ നുള്ളുമ്പോൾ ഇവൻ ജിംനേഷ്യത്തിനെല്ലാം പോയി 6 പാക്ക് ആയിട്ടുണ്ടാവും. ഓനാന്ന് കരയില്ല, ഓൻ സഹിച്ചു ഊന്ന് പറയും. എന്തൊരു വേനയാ അമ്മ നുള്ളുമ്പോൾ ഊന്ന് പറയും. ഓൻ അത്രയേ സഹനമുള്ളൂ. ഇനി അങ്ങെത്തി ഒരു 80 വയസ്സായി എന്ന് വിചാരിക്കാം. 80 വയസ്സിൽ ബൾക്ക് എത്തിക്കുമ്പോൾ കൈപൊള്ളി എന്ന് വിചാരിക്കാം. എങ്ങനെയാ കരിയാവർ? ഇതെല്ലാം അത്ര കണ്ടിന്, ഇതത്ര പൊള്ളൽ കണ്ട് പൊട്ടിയത് കൈ വീഴുമ്പം മോനെ അതാടെ വെച്ചിട്ട് KG പോവാന്ന് പറയും. എന്താ കാരണം എന്നറിയോ? നല്ല കണ്ടു സഹിച്ചു നിന്നത്. അതിലും സഹിച്ചത് യുവത്വത്തിൽ, വാർദ്ധക്യത്തിൽ ആവുമ്പോൾ ഈ ശബ്ദം മറ്റൊന്നല്ല, ഈ ശബ്ദ തരംഗമാണ് ഓം. അതുകൊണ്ടാ പറഞ്ഞു ഓം സഹനാവത്, ഒരുമിച്ചിരിക്കണം. സഹനൗ ഭുനക്തു, ഭുനക്തു ഭക്ഷിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, സൗഹൃദം. സഹവീര്യം കരവാവഹേ, കൈകൊണ്ട് ഉള്ള വീര്യം ഉണ്ടാക്കേണ്ടത് ഒരുമിച്ച്, ഐക്യമത്യം മഹാബലം. തേജസ്വിനാവധീതമസ്തു, നമ്മൾ തേജസ് ഊർജം ഉണ്ടാക്കണം ഒരുമിച്ച്, എല്ലാം ഒരുമിച്ച. മാ, അതിനൊരുമിച്ച് ഈ സൗഹൃദം ഉണ്ടാവണ്ടെങ്കിൽ അവസാനത്തെ വരി മാ, അരൂപ്. എന്തെന്ന്? വിദ്യുഷ, വിദ്വേഷമില്ലാതെ ഒരുമിച്ച് നിന്നാൽ സൗഹൃദം. വേദകാലങ്ങളിൽ തൊട്ട് പറയുന്നതായി ഈ സൗഹൃദം. ഈ സൗഹൃദം നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമുക്ക് കൊണ്ടു നടന്ന ബുദ്ധിക്ക് ഒരു സൗഹൃദം കൊടുത്ത് BMI തിയറിയിലൂടെ സൗഹൃദം ഉണ്ടാക്കിയെടുത്താൽ ഈ അമ്മ പറയും യു ആർ ഇൻ ക്യൂ. നീ ക്യൂലായിന്ന. നമ്മളെല്ലാം വി ആർ ഇൻ ക്യൂ. നമ്മളെ ക്യൂല. അത്ര ക്യൂന്ന് തെറിച്ച് പോയവരുണ്ടാവും നാട്ടിൽ.
ആരും വന്നിട്ടുണ്ടാവണമെന്നില്ല. അവരൊക്കെ ക്യൂല് പുറത്താണ്. പക്ഷെ അവർക്ക് വീണ്ടും സന്ദർഭം ഉണ്ടാവും, ക്യൂല് വരാൻ സന്ദർഭം ഉണ്ടാവും. ക്യൂല് വന്നവർ അതിനനുസരിച്ച് നീങ്ങിക്കൊള്ളുക. സൂക്ഷിക്കണം. അതിനനുസരിച്ച് നീങ്ങിയാൽ ഉത്തമമായി സന്തോഷത്തോടെ സൗഹൃദത്തോടെ ജീവിച്ച് മുന്നോട്ട് പോവാം. സുഖം ആണ് ഇതിൻ്റെ റിസൾട്ട്. സൗഹൃദത്തിൻ്റെ റിസൾട്ട് സുഖമാണ്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ, ഗുരുദേവൻ പറഞ്ഞതാ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം, ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ശ്രദ്ധിക്കണം. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഗുരുദേവൻ പറഞ്ഞതാ, ദൈവമേ കാത്തുകൊള്ളണേ. എന്താ കാരണം എന്നറിയാം? അങ്ങാ ഉള്ളത് നിങ്ങളിപ്പോൾ, ദൈവം അങ്ങും ഇങ്ങ് ഞങ്ങളും ദൂരാ. കുറേ കഴിയുമ്പം ദൈവം ഞങ്ങളും അടുത്തു, കുറേ കഴിയുമ്പം ദൈവവും ഞാനും അടുത്തു, കുറേ കഴിയുമ്പം മണ്ഡലകാലം ദൈവവും ഞാനും ഒന്ന്. അതാണ് ഇരുമുടിക്കെട്ടുമെടുത്ത് മുദ്ര ധരിച്ച് കറുപ്പുടുത്ത് കാനനപ്പാതയിലൂടെ കല്ലും മുള്ളും ചവിട്ടി ശബരിമലയിൽ 18-ാം പടിക്ക് താഴെയെത്തി ഇരുമുടിക്കെട്ടുമെടുത്ത് അതിൻ്റെ മേലേക്ക് കയറി നോക്കുമ്പോൾ കാണും തത്വമസി. എടോ നീയും ഞാനും ഒന്ന്. ഈ ഭാരതത്തിൽ ഒറ്റ ക്ഷേത്രമേ ഉള്ളൂ. ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ പേരും ഇങ്ങു നിന്ന് തേടിപ്പോന്ന ഭക്തൻ്റെ പേരും ഒന്ന്. അതയ്യപ്പൻ. വേറെ ഒരു ക്ഷേത്രത്തിൽ. അതാണ് ഈ ശബരിമലക്ക് അത്രയും പ്രാധാന്യം. സൗഹൃദത്തിൻ്റെ കേന്ദ്രമാണ്. സ്വാമിയെ നേർന്ന് വിളിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് സൗഹൃദം. ശരണ അയ്യപ്പ. എരുമേലിയിൽ പേട്ടതുള്ളുന്നു. സൗഹൃദ. പക്ഷെ ചെല്ലുന്നത് എന്തല്ലോ സ്വാമി തിന്തക്കത്തും അയ്യപ്പ തിന്തക്കത്തും തുള്ളുന്നങ്ങൾ. ഇതൊരിക്കൽ പണ്ട് കേട്ടിട്ട് ഞാൻ അതിൻ്റെ വയ്യെ തന്നെ പരതിപ്പോയി. ഇതെന്തെന്നാ ഇങ്ങനെ പരതി നോക്കുമ്പോൾ എന്താണെന്നറിയോ? ആടുന്ന് പറയുന്നത് എന്താണെന്നറിയോ? എഴുന്നോളെ പുതിയ തെരുവെന്നുള്ള ഒരു സ്വാമിയെ, കോട്ടയത്തുള്ള ഒരു സ്വാമീനെയാണ് കാണുന്നത്, അല്ലെ ബോംബെയിലുള്ള. ആടുന്ന് എന്താ പറയുന്നത് പറയാം? സ്വാമി നിന്നകത്ത് ഓം ഈ ഓം. സ്വാമി എന്നകത്തും ഓം. അപ്പം നിന്നകത്തും എന്നകത്തും ഓം ഓം ഓം. സംഭവം ഇത്. പക്ഷെ പറയുന്നതെന്നാ സ്വാമി തിന്തക്കത്തോ അയ്യപ്പ തിന്തക്കോ. സാരമില്ലപ്പം മാറ്റാനൊന്നും പോകണ്ടേ, അവിടുന്ന് പിന്നെ അടിപൊള്ളൂ. അങ്ങനെ പോകുന്നു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിതെന്തിനാ പറയാൻ കാരണം, നമുക്ക് സൗഹൃദം കിട്ടണമെങ്കിൽ സെർച്ച് വേണം. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ് നിർത്താം. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ എന്താ പറയൽ? ഹലോ എന്ന് പറയും. ഹലോ എന്നാ പറയും. എന്തിനാ ഈ ഹലോ എന്ന് പറഞ്ഞാൽ? ഭയങ്കര സംഭവം. ഇനി മേലാൽ ഫോൺ വിളിക്കൂല. ഹലോ എന്ന് പറയുന്നത് ഗ്രഹാം ബെല്ലാന്ന് ഫോൺ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഗ്രഹാം ബെല്ല് ഫോൺ കണ്ടുപിടിക്കുമ്പോൾ അത് പരീക്ഷിക്കാൻ ഒരാളെയാണ് കൂട്ടിയത്. ആരാ? വേറെ ആരും പോകുന്നില്ല, ഭാര്യനെ അപ്പുറത്തെ റൂമിൽ ഇരുത്തിയിട്ട് ഇപ്പുറത്ത് നിന്ന് ഒരു പാത്രം വെച്ച് നൂല് കെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ശബ്ദ തരംഗങ്ങൾ നൂലിലൂടെ പോകുന്നതെന്ന് അയാൾ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ആദ്യം വിളിച്ചതാണ്. എന്തെന്ന്? ഹലോ. ഓളപ്പുറത്തുള്ളത്. അപ്പോൾ ഓൾ അങ്ങനെ പറഞ്ഞു, ഹലോ ഞാൻ തന്നെയാണ്. അപ്പോൾ ഗ്രഹാം ബെല്ലിൻ്റെ ഭാര്യേൻ്റെ പേരാണ് ഹലോ. ഇപ്പോൾ നമ്മൾ അതാതാളെ ഓളെ വിളിക്കുന്നത് ആരാൻ്റെ ഓളെ പേരില്ല. ഇപ്പോൾ എവിടെയാ മാറ്റണ്ട. കാരണം ഇതിങ്ങനെ ശീലിച്ചു പോയാൽ പിന്നെ മാറ്റാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമസ്കാരം എന്നെല്ലാം പറയും. അന്നേരം ഒരാൾ എന്നോട് പറഞ്ഞു നമസ്കാരം. എന്താ നമസ്കാരം പറഞ്ഞു? ഒന്നുമില്ല. ഹലോ. ഹലോ പറഞ്ഞു. ഇതിങ്ങനെ കൂടി മറിഞ്ഞ് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെള്ളിയെടുക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം അതേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും സമയം വളരെ ശ്രദ്ധയോടെ ഒരാളിരിക്കുന്നത് പോലെ നമ്മൾക്കിരിക്കാൻ സാധിച്ചുവെങ്കിൽ ഇതാണ് സൗഹൃദം. ഇത് വിദ്വേഷമില്ലാതെ പടർന്നു കയറി തകരാതെ തളരാതെ ഈ സമൂഹത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ സർവ്വവിധ സങ്കല്പങ്ങളും ഞാൻ നമുക്ക് മുന്നേ ഈ ഗ്രാമത്തിൽ നടന്ന് പ്രയത്നിച്ച് പ്രവർത്തിച്ച് മൺമറഞ്ഞു പോയ നമ്മുടെ മഹാരഥന്മാരുണ്ട്. ആ മഹാരഥന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് കുനിച്ച് നമിച്ച് രാത്രിയുടെ 2-ാം യാമത്തിൽ ഒരു ബലിതർപ്പണം എൻ്റെ നെഞ്ചകത്തു നിന്ന് പറിച്ചെടുത്ത് അറിവോടുകൂടി അവർക്കർപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിവര്യരുടെയും അർച്ചകരുടെയും പാദങ്ങൾ തൊട്ട് പ്രണമിച്ച് ഈ അമ്മയുടെ അനുവാദത്തോടെ ഇങ്ങനെ ഒരു വേദി തന്നതിന് അഗൈതവമായ നന്ദി
രേഖപ്പെടുത്തിക്കൊണ്ട് ഭക്തരെ നിങ്ങളെ കൂട്ടിപ്പിടിച്ച് നന്ദി എത്ര ചൊല്ലിയാലും പോരാ, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഈ ചാമുണ്ടാദേവിയുടെ തിരുമുറ്റത്ത് ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച് രണ്ടിറ്റ് കണ്ണീര് ഞാൻ ഈ മണ്ഡലകാലത്ത് അമ്മയുടെ പാദങ്ങളിൽ അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ ജഗദംബിയെ, ചാമുണ്ടേ, ഈ മക്കളൊക്കെ ഇത്രയും സമയം ഇങ്ങനെ ഇരുന്നത് അറിയണമേ എന്നുള്ള ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് വാരിക്കോരി കൊടുക്കുക അറിവ്, മൂഢത്വം എന്ന് പറയുന്ന അലസത ഇല്ലാതാക്കുക. അതുകൊണ്ട് ഈ അമ്മ സർവ്വ ഐശ്വര്യവും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രിയിൽ യാത്ര ചോദിക്കുന്നില്ല. തമിഴൻ പറയുന്നത് പോലെ വീണ്ടും സന്ധിക്കുന്നു അടുത്ത ദിവസം 26-ാം തീയതി. അന്ന് വർമാജി തിരഞ്ഞെടുത്ത് വന്ന് വെളുത്ത ഭാവം കൂടിയാണ്. അന്ന് നമ്മുടെ ഭാരതീയ കുടുംബ സങ്കല്പം എന്നുള്ളതാണ് വിഷയം. ഈ ഇന്നത്തിൻ്റെ തുടർച്ചയാണ്. സൗഹൃദത്തിൽ നിന്ന് കുടുംബ സങ്കല്പത്തിലേക്ക്. കൂടുമ്പോൾ ഇമ്പമുള്ളതെന്തോ അതാണ് കുടുംബം. ഭാര്യാഭർത്താവ് മക്കൾ മാത്രമൊന്നല്ല, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണം. അത് നമുക്ക് അന്ന് കുറച്ച് അവലോകനം ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ക്ഷമയോടെ അന്നും വരിക. പലതും ആവർത്തിച്ചു പോവാം, പല തമാശകളൊക്കെ ആവർത്തിച്ചു പോവാം. അതുകൊണ്ട് അതെല്ലാം ക്ഷമിക്കുക. കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, 2 കൊല്ലം മുമ്പേ നിങ്ങൾ ഒരു തമാശ പറഞ്ഞത് ഇന്നും പറഞ്ഞത്. ഞാൻ പറഞ്ഞു 2 കൊല്ലം മുമ്പേ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട? അത് ഓർമ്മയില്ല, ബാക്കിയെല്ലാം ഓർമ്മയുണ്ടാവും. എല്ലാം സൗഹൃദമാണ്. അത് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ധരിക്കുന്ന ചെരുപ്പോ ഷൂവോ പോലെയാണ് സൗഹൃദം. ചെരുപ്പ് 2 ഉണ്ടാവും, ഒന്ന് ഞാനും ഒന്ന് ഈ അമ്മയും. ഇതിലൊന്ന് പൊട്ടിയാൽ, ചെരുപ്പിലൊന്ന് പൊട്ടിയാൽ പിന്നെ ചെരുപ്പുണ്ടാ? പോയി, ചെരുപ്പ് പോയി. പിന്നെ ഒറ്റൊന്ന് മാത്രം പുതിയൊരു പോയി മേടിക്കാൻ കഴിയില്ല. ഒന്ന് പൊട്ടിയാൽ മറ്റേത് പോയി. ഈ ഒരു ചെരുപ്പാവുന്ന എൻ്റെ വള്ളി പൊട്ടിയാൽ ഇത് പോയി, ഇത് പൊട്ടിയാൽ ഞാനും പോയി. ഇത് രണ്ടും ഒരുമിപ്പിച്ചാൽ നന്നാ. അതുകൊണ്ടാണ് വീട്ടിൽ ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ, ഷൂ അഴിച്ചു വെക്കുമ്പോൾ അടുത്തടുത്ത് വെക്കണം. ഇതിപ്പം ജാലിയമ്പാലാവാകൽ വെടിവെപ്പ് കഴിഞ്ഞ പോലെയാണ്. വീട് നോക്കുമ്പോൾ ഒരു ചെരുപ്പാട, മോൻ്റെ വീടാ, അച്ഛൻ്റെ വീടാ, അമ്മേൻ്റെ വീടാ. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഉള്ളിലുള്ള സൗഹൃദം. ഇത് പറഞ്ഞിട്ട് ഞാനൊരു വീട്ടിൽ പോയിരുന്നു പ്രഭാഷണം കഴിഞ്ഞാൽ. അപ്പോൾ ആ പെണ്ണുങ്ങൾ വീട് കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞപാട് പാഞ്ഞിട്ടും വീട്ടിലേക്ക്. എന്തിനാണെന്നറിയാം, ആ ചെരുപ്പെടുത്തൊക്കെ നമ്മൾ വേഗാടി എത്തിപ്പോയി. അപ്പോൾ നോക്കുമ്പോൾ ഇത് വാരി വലിച്ചിട്ട് മോൻ്റെ ഷൂ എടുത്തിട്ട് അച്ഛൻ്റെ ഷൂൻ്റെ ഉള്ളിൽ വെച്ച്. നമ്മൾ തലയേക്കേറ്റല്ല. അപ്പോൾ സാരമില്ല, ഇതൊന്നും സാരമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ, നമുക്കിതൊക്കെ വേണം, സൗഹൃദം വേണം. ഈ സൗഹൃദം കൂടുമ്പോഴല്ലേ ഒറ്റ ഗുണേ ഉണ്ടാവും, ഈ പ്രശ്നം മറക്കും. സൗഹൃദം കൂടുമ്പോഴുള്ള ഗുണം എന്താ അറിയാം? ടെൻഷൻ ഫ്രീ ആവും. 4 ആളോട് പറയാത്തതാണ് ഇപ്പം കേരളത്തിൽ ആത്മഹത്യ കൂടുന്നത്. ഷെയറിങ് ഇല്ല. എൻ്റെ പ്രയാസം പറയാൻ ഒരാളില്ല എനിക്ക്. അവിടെ അതിൻ്റെ പ്രശ്നം. ഒന്ന് പറഞ്ഞു നിർത്താം. ഒരനുഭവം. 13 വയസ്സുള്ള ഒരു പയ്യനെ പണ്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ട്. അവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ നഖടിക്കല, ഊണ് കഴിക്കുമ്പോൾ വല്ലാതെ നല്ല പ്രശ്നം. മമ്മിയും ഡാഡിയും കൂടിയ കൂട്ടത്തിന് ഓനെ പുറത്തിരുത്തിയിട്ട് ഇവർ 2 ആളും കയറിയിട്ട് പറഞ്ഞു, മിണ്ടല്ലേ, ഓൻ കേൾക്കണ്ട, ഓനെ വിടറ്, ഓൻ്റെ നാങ്കടി. ഞാൻ പറഞ്ഞു, എന്താ വൈദ്യശാലയൊന്നുമല്ല, എന്താ നിങ്ങൾ പ്രശ്നം പറ. മകൻ നാങ്കടിക്കുന്നപ്പോൾ ഓനെ എന്തൊരു കഷ്ടം, നിങ്ങൾ പുറത്തിരിക്കുന്നു. ഓനെ ഉള്ളിൽ വിളിച്ച് ഞാൻ എന്താ മോനെ, വാട്ട് ഈസ് യുവർ ട്രബിൾ? സാർ ഭയങ്കര ടെൻഷനാണ്. എന്താ ടെൻഷൻ? ഇവരെപ്പോൾ എന്നെ മതിയില്ല, പോരാന്ന് പറയാം, എനിക്ക് ടെൻഷൻ. അന്നേരം നീ എന്താ ചെയ്യാൻ? നാങ്കടിക്കുക. ഞാൻ പറഞ്ഞു, ഈ നാങ്കടിക്കുമ്പോൾ ടെൻഷൻ വരുമ്പോൾ അതാ നീ പുറത്തിരിക്കുന്നു. അവരെ വിളിച്ചിരുത്തി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു മരുന്നും മന്ത്രവും കൊടുക്കണ്ട, ഓനൊന്ന് നാടിയില്ലാത്തൊരു ലൂസുള്ള ഒരു ട്രൗസർ മേടിച്ചു കൊടുക്കും, അപ്പോൾ മാറും. അപ്പോൾ ഈ പെണ്ണുങ്ങളെ വാട്ടെ നോൺസെൻസ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂട്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കുക, അന്നേരം നോക്കാമല്ലോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു ഒരു ദിവസം രാവിലെ, ഗുഡ് മോർണിംഗ് സാർ, അന്ന് നമ്മൾ വന്നില്ലേ? ഞാൻ പറഞ്ഞു, എന്ന്? അല്ല, ഒരു അച്ഛനും അമ്മയും കൂടി ഒരു മോനെ നാങ്കടിക്കുന്നത്. എന്താ പ്രശ്നം കൂടിയാ? എല്ലാം പോയി, നാങ്കടി മാറി. എന്താ കാരണം എന്നറിയോ? ഓന് നാങ്കടിക്കാൻ സമയമില്ല, ഈ ട്രൗസർ വലിച്ചു കയറ്റാനാണ് ഓൻ്റെ സമയം. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ഈ ട്രൗസർ വലിച്ചു കയറ്റുമ്പോൾ ഓൻ ഈ കൈ എൻഗേജ്ഡാണ്. അപ്പോൾ ഓൻ എന്ത് കടിക്കുന്നില്ല? നാങ്കടിക്കുന്നില്ല. വീട്ടിലും നാട്ടിലും ഉണ്ടാവുന്ന ടെൻഷൻ മാറണ്ടിക്ക് ഒറ്റപ്പണിയേ ഉള്ളൂ. ഇവിടെ വന്ന് വലിച്ചു കയറ്റിക്കോ, അന്നേരം മറ്റേത് മറക്കും. ഈ അമ്മ അതെല്ലാം കാണും. ടെൻഷൻ ഫ്രീ ആവണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മറ്റേതെല്ലാം പോയി. ഇതിനാണ്, മറവിയാണ് പ്രകൃതി തന്ന അനുഗ്രഹം. മറക്കാൻ പഠിക്കണം.
അതിൻ്റെ ഉള്ളിൽ വെച്ച് പകവിട്ടാനല്ല ജീവിതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവ്വവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. വന്ദേ മാതരം.